Hi friends, Domain of Physics and മറ്റൊരു വീഡിയോ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ നീറ്റിൻ്റെ അല്ലെങ്കിൽ JEE അതുപോലെ കീം പോലുള്ള എക്സാംസിൻ്റെ ഒരു ക്രാഷ് കോഴ്സ് നമ്മൾ ചെയ്യുന്നുണ്ടായിരുന്നു. മോഷൻ ഇൻ എ സ്ട്രൈറ്റ് ലൈൻ എന്ന ചാപ്റ്റർ മാത്രമാണ് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയത്. കുറച്ച് തിരക്കായി പോകേണ്ടതാണ്. പിന്നെ നമുക്ക് റെഗുലറായിട്ട് വീഡിയോസ് അപ്ലോഡ് ചെയ്യാം. അപ്പോൾ കഴിഞ്ഞ ദിവസം, അതായത് കഴിഞ്ഞ 2 ദിവസങ്ങളായിട്ട് കുറച്ച് പേര് എനിക്ക് മെസ്സേജ് ചോദിച്ചതാണ്. അതായത് നമ്മുടെ ഫിസിക്സ് പഠിക്കാൻ ആവശ്യമായുള്ള മാത്തമാറ്റിക്സ്, അതായത് ബേസിക് ആയിട്ടുള്ള മാത്സിൻ്റെ കാര്യങ്ങൾ എന്തൊക്കെ അറിഞ്ഞിരുന്നാൽ നമുക്ക് ഫിസിക്സിൻ്റെ പ്രോബ്ലംസ് സോൾവ് ചെയ്യാനായിട്ട് സാധിക്കുമെന്ന് ചോദിച്ചുകൊണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മുടെ ബേസിക് മാത്തമാറ്റിക്സ്, അതായത് നമ്മുടെ ഫിസിക്സിനെ അല്ലെങ്കിൽ ഫിസിക്സിലെ പ്രോബ്ലംസ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള കുറച്ച് ബേസിക് കോൺസെപ്റ്റുകളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യുന്നത്. അങ്ങോട്ട് 3-4 വീഡിയോസ് ആയിട്ടായിരിക്കും നമ്മൾ ബേസിക് ആയിട്ടുള്ള മാത്തമാറ്റിക്സ് കംപ്ലീറ്റ് ചെയ്യുന്നത് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ട്രിഗണോമെട്രിയുമായി റിലേറ്റ് ചെയ്ത് വരുന്ന കംപ്ലീറ്റ് കാര്യങ്ങളാണ്. അതായത് ട്രിഗണോമെട്രിയുമായിട്ട് നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം നമുക്ക് ഫിസിക്സ് പഠിക്കാൻ വേണ്ടിയിട്ട്, ആ കാര്യങ്ങളെക്കുറിച്ച് ഒരു കംപ്ലീറ്റ് കാര്യമാണ് നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഉറപ്പായിട്ടും വീഡിയോ ലൈക്ക് ചെയ്യുക, ഒപ്പം നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ട് ഷെയർ ചെയ്യാനും മറക്കണ്ട. അതുപോലെ ഇനി വരുന്നത് ക്ലാസ്സുകൾ കിട്ടാൻ വേണ്ടിയിട്ടും അതുപോലെ മറ്റു ചാപ്റ്ററുകളുടെ നമ്മുടെ ഫിസിക്സിലെ മറ്റു ചാപ്റ്ററുകളുടെ ക്ലാസ്സുകൾക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക, തൊട്ടടുത്ത് ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്ത് വെച്ചിരിക്കുക. ഒപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ നമ്മുടെ ടെലഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം. നമ്മൾ ക്രാഷിന് വേണ്ടിയിട്ട് ടെലഗ്രാം ഗ്രൂപ്പ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം ആ വീഡിയോ. അല്ലെങ്കിൽ ആ ലിങ്കിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നേരെ നമ്മുടെ ടെലഗ്രാം ഗ്രൂപ്പിലേക്ക് വരാം. അപ്പോൾ അവിടെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ കിട്ടുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ മറ്റു കാര്യങ്ങളൊന്നും പറഞ്ഞുകൊണ്ടിരിക്കുന്നില്ല, നമുക്ക് നേരെ നമ്മുടെ ക്ലാസ്സിലേക്ക് പോകാം. അപ്പോൾ ട്രിഗണോമെട്രിയുടെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യത്തിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കുറേ കാര്യങ്ങൾ, നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലതുപോലെ അറിയാവുന്ന കുറച്ച് കാര്യങ്ങളാണ് പറയുന്നത്, ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ. അതായത് നമ്മളൊരു റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ എടുക്കുകയാണ്. ഇവിടെ ഞാൻ റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ എടുത്തിട്ടുണ്ട്. ഞാനിവിടെ ഒരു ആംഗിൾ മാർക്ക് ചെയ്തിട്ടുണ്ട്, തീറ്റ എന്ന് പറയുന്ന ആംഗിൾ. അതുപോലെ 3 സൈഡ്സും മാർക്ക് ചെയ്തിട്ടുണ്ട്, B, H ആൻഡ് A എന്ന് പറയുന്നത്. H എന്ന് പറയുന്നത് ഹൈപ്പോട്ന്യൂസ് ആണ്, നമുക്കറിയാം 90ക്ക് ഓപ്പോസിറ്റ് ഉള്ള സൈഡ്. അതുപോലെ B എന്ന് പറയുന്നത് ബേസ് ആണ്. നമ്മൾ ചൂസ് ചെയ്തിരിക്കുന്ന തീറ്റ എന്ന് പറയുന്ന ആംഗിളിനെ വെച്ച് നോക്കുമ്പോൾ അതെന്ന് പറയുന്നത് അഡ്ജസൻറ്റ് സൈഡ് ആണ്. അതുപോലെ A എന്ന് പറയുന്നത് ഓൾട്ടിറ്റ്യൂഡ് ആണ്, ആംഗിളിനെ വെച്ച് നോക്കുമ്പോൾ അതെന്ന് പറയുന്നത് എന്താണ്, ഓപ്പോസിറ്റ് സൈഡ് ആണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇവിടെ നിന്ന് ഫസ്റ്റ് പഠിക്കേണ്ട പോയിന്റ്, അല്ലെങ്കിൽ ഒന്നാമത് പഠിക്കേണ്ട പോയിന്റ് നമുക്ക് അറിയാവുന്ന കാര്യമാണ്, പൈതഗോറസ് തിയറം. എന്താണ്, ഹൈപ്പോട്ന്യൂസ് സ്ക്വയർ ഈസ് ഈക്വൽ ടു ബേസ് സ്ക്വയർ പ്ലസ് ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ. ഫസ്റ്റ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം, ഹൈപ്പോട്ന്യൂസ് സ്ക്വയർ ഈസ് ഈക്വൽ ടു ബേസ് സ്ക്വയർ പ്ലസ് ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ. ദെൻ നമ്മൾ അറിയേണ്ടത്, ഇതിൻ്റെ ബേസിൽ നമ്മൾ ട്രിഗണോമെട്രി ഫംഗ്ഷൻസിനെ ഡിഫൈൻ ചെയ്യണം, അല്ലെങ്കിൽ നമ്മൾ ട്രിഗണോമെട്രി ഫംഗ്ഷൻസ് ഇതിൽ നിന്ന് പഠിച്ചെടുക്കുക. ഒന്നാമത്തെ ട്രിഗണോമെട്രി ഫംഗ്ഷനാണ് സൈൻ തീറ്റ എന്ന് പറയുന്നത്. സൈൻ തീറ്റ എന്ന് പറയുന്ന ഇക്വേഷൻ നമുക്കറിയാം എന്താണ്, ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ന്യൂസ് ആണ് സൈൻ തീറ്റ എന്ന് പറയുന്നത്. ഇവിടുത്തെ കേസിൽ ഓപ്പോസിറ്റ് സൈഡ് എന്ന് പറയുന്നത് A ആണ്. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം, A/H, അതാണ് സൈൻ തീറ്റ എന്ന് പറയുന്നത്. ദെൻ രണ്ടാമത്തിലേക്ക് വരുമ്പോൾ കോസ് തീറ്റയാണ്. കോസ് തീറ്റ എന്ന് പറയുമ്പോൾ അഡ്ജസൻറ്റ് ബൈ ഹൈപ്പോട്ന്യൂസ് ആണ്. ഇവിടുത്തെ കേസിൽ അഡ്ജസൻറ്റ് സൈഡ് എന്ന് പറയുന്നത് B ആണ്, ഹൈപ്പോട്ന്യൂസ് എന്ന് പറയുന്നത് H ആണ്. ദെൻ അടുത്ത ട്രിഗണോമെട്രി ഫംഗ്ഷൻ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ടാൻ തീറ്റയാണ്. ടാൻ തീറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൈൻ തീറ്റ ബൈ കോസ് തീറ്റയാണ്. സൈൻ തീറ്റ ബൈ കോസ് തീറ്റ അതെന്ന് പറയുന്നത് എന്തായിരിക്കും, ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസൻറ്റ് സൈഡ് ആണ്, ദാറ്റ് ഈസ് A/B ആണ്. ഓക്കെ, ഇതാണ് ബേസിക് ആയിട്ടുള്ള. ബേസിക് ആയിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ഏതൊക്കെയാണ്, 2 എണ്ണമാണുള്ളത്, സൈൻ തീറ്റയും കോസ് തീറ്റയും. കാരണം സൈൻ തീറ്റയിൽ നിന്നും കോസ് തീറ്റയിൽ നിന്നുമാണ് നമ്മൾ ബാക്കിയുള്ളതെല്ലാം എന്ത് ചെയ്തെടുക്കുന്നത്, ഡിറൈവ് ചെയ്ത് എടുക്കുന്നത്, ഓക്കെ, ഡിഫൈൻ ചെയ്യുന്നത്. അപ്പോൾ സൈൻ തീറ്റ, കോസ് തീറ്റ, ടാൻ തീറ്റ. ഇനി ഇവയുടെ റെസിപ്രോക്കൽസ് ഉണ്ട്, നമുക്ക് അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ്, ഞാൻ എളുപ്പത്തിൽ പറഞ്ഞു പോകുന്നു. എന്താണ്, കൊസീക് തീറ്റ. കൊസീക് തീറ്റ എന്ന് പറഞ്ഞാൽ എന്താണ്, 1/sin തീറ്റ ആണ് കൊസീക് തീറ്റ എന്ന് പറയുന്നത്, ദാറ്റ് ഈസ് H/A. ഓക്കെ, അതുപോലെ സീക് തീറ്റ. സീക് തീറ്റ എന്ന് പറഞ്ഞാൽ 1/cos തീറ്റയെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്, സീക് തീറ്റ എന്ന് പറയുന്നത്, ദാറ്റ് ഈസ് ഈക്വൽ ടു H/B. ആൻഡ് കോട്ട് തീറ്റ. കോട്ട് തീറ്റ എന്ന് പറഞ്ഞാൽ 1/tan തീറ്റ. ടാൻ തീറ്റയുടെ റെസിപ്രോക്കലിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്, കോട്ട് തീറ്റ, ദാറ്റ് ഈസ് ഈക്വൽ ടു B/A. നമുക്ക് അറിയാവുന്ന കാര്യങ്ങൾ മാത്രം, പുതുതായിട്ട് ഒരു കാര്യങ്ങളുമില്ല. ഇവിടെ നിന്ന് ഒരു 3 ഇക്വേഷൻസിനെ കൂടെ ഒന്ന് പഠിച്ചു വെച്ചിരിക്കുക. മെയിനായിട്ടുള്ള 3 ഇക്വേഷൻസ് പഠിച്ചു വെച്ചിരിക്കുക. ഒന്നാമത്തെ ഇക്വേഷൻ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഇക്വേഷൻ, സൈൻ സ്ക്വയർ തീറ്റ പ്ലസ് കോസ് സ്ക്വയർ തീറ്റ ഈസ് ഈക്വൽ ടു 1. സൈൻ സ്ക്വയർ തീറ്റ പ്ലസ് കോസ് സ്ക്വയർ തീറ്റ ഈസ് ഈക്വൽ ടു 1. രണ്ടാമത്തെ ഇക്വേഷൻ, സീ സ്ക്വയർ തീറ്റ ഈസ് ഈക്വൽ ടു 1 പ്ലസ്
ടാൻ സ്ക്വയർ തീറ്റ. സീക്ക് സ്ക്വയർ തീറ്റ ഈസ് ഈക്വൽ ടു 1 പ്ലസ് ടാൻ സ്ക്വയർ തീറ്റ. അല്ലെങ്കിൽ എങ്ങനെ എഴുതാം? സീക്ക് സ്ക്വയർ തീറ്റ മൈനസ് ടാൻ സ്ക്വയർ തീറ്റ ഈസ് ഈക്വൽ ടു 1. അങ്ങനെ പഠിച്ചാലും മതി. ആൻഡ് നെക്സ്റ്റ് ഇക്വേഷൻ കൊസീക് സ്ക്വയർ തീറ്റ ഈസ് ഈക്വൽ ടു 1 പ്ലസ് കോട്ട് സ്ക്വയർ തീറ്റ. കൊസീക് സ്ക്വയർ തീറ്റ ഈസ് ഈക്വൽ ടു 1 പ്ലസ് കോട്ട് സ്ക്വയർ തീറ്റ. വെരി വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 3 ഇക്വേഷൻസ്. ഇത് 3 കൃത്യമായി പഠിച്ചു വെച്ചിരിക്കുക. പല പ്രോബ്ലംസ് ചെയ്യുമ്പോഴും പല സിറ്റുവേഷൻസിൽ നമുക്ക് ആവശ്യമായിട്ട് വരുന്ന ഒന്നാണ് ഈ സീക്ക് സ്ക്വയർ തീറ്റ പ്ലസ് സൈൻ സ്ക്വയർ തീറ്റ പ്ലസ് കോസ് സ്ക്വയർ തീറ്റ ഈസ് ഈക്വൽ ടു 1, സി സ്ക്വയർ തീറ്റ ഈസ് ഈക്വൽ ടു 1 പ്ലസ് ടാൻ സ്ക്വയർ തീറ്റ ആൻഡ് കൊസീക് സ്ക്വയർ തീറ്റ ഈസ് ഈക്വൽ ടു 1 പ്ലസ് കോട്ട് സ്ക്വയർ തീറ്റ എന്ന് പറയുന്നത്. അപ്പോൾ ഈ കാര്യങ്ങൾ വളരെ കൃത്യമായിട്ട് എന്ത് ചെയ്തിരിക്കുക, പഠിച്ചു വെച്ചിരിക്കുക. അപ്പോൾ ഇത്രയാണ് ബേസിക് ആയിട്ടുള്ളത്. ഇതെല്ലാം വന്നത് എങ്ങനെയാണെന്ന് പറയാൻ വേണമെങ്കിൽ വെറുതെ പറഞ്ഞുകൊണ്ട് നിൽക്കാം. നമ്മൾ പറഞ്ഞു ബേസിക് ആയിട്ട് നമുക്കുള്ള പ്രോബ്ലംസ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള കാര്യമാണ്. ഇത് എങ്ങനെ വന്നു എന്നുള്ളത് മാത്സ് ആണ്. നമ്മൾ അതിലേക്ക് പോകുന്നില്ല, വെറുതെ സമയം പോകുന്നുള്ളത് കൊണ്ട് നമ്മൾ അതിലേക്ക് പോകുന്നില്ല. ജസ്റ്റ് ഈ 3 ഇക്വേഷൻസ് പഠിച്ചു വെച്ചിരിക്കുക. ഞാനിപ്പോൾ പറഞ്ഞതിൽ ഈ 3 ഇക്വേഷൻസ് ഒഴിച്ച് ബാക്കിയുള്ളതെല്ലാം നിങ്ങൾക്ക് ബൈ ഹാർട്ട് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും. ഈ 3 ഇക്വേഷൻസും ബൈ ഹാർട്ട് ആയിട്ടുള്ള ആൾക്കാരുണ്ടായിരിക്കും. ഇല്ലെങ്കിൽ ഇപ്പോൾ ബൈ ഹാർട്ട് ചെയ്തിരിക്കുക. സൈൻ സ്ക്വയർ തീറ്റ പ്ലസ് കോസ് സ്ക്വയർ തീറ്റ എന്ന് പറയുന്നത് 1 ആണ്. സി സ്ക്വയർ തീറ്റ is equal to 1 plus tan square theta and cosec square is equal to cosec square theta is equal to 1 plus cot square theta. ഇനി തീറ്റ വെച്ച് പഠിക്കാൻ പാടാണെങ്കിൽ x വെച്ച് പഠിക്കാൻ എന്താണ്? sin square x plus cos square x is equal to 1 and sec square x is equal to 1 plus tan square x and cosec square x is equal to 1 plus cot square x. ഏതാണ് നിങ്ങൾക്ക് എളുപ്പം ആ രീതിയിൽ പഠിക്കാം. അപ്പോൾ ഇതാണ് ഏറ്റവും ബേസിക് ആയിട്ടുള്ള ട്രിഗണോമെട്രിയുമായി റിലേറ്റ് ചെയ്ത് വരുന്ന കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. ഇനി കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ടുള്ള കോൺസെപ്റ്റിലേക്ക് നമുക്ക് പോകണം. അല്ലെങ്കിൽ കൂടുതലായിട്ടുള്ള ട്രിഗണോമെട്രിക് ഇക്വേഷൻസ് നമുക്ക് പഠിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മൾ അടുത്തതായിട്ട് അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് ആംഗിൾ എന്ന് പറയുന്നത്. അതായത് നമ്മുടെ ആംഗിളിൻ്റെ യൂണിറ്റ്. അതായത് നമ്മൾ ആംഗിളിൻ്റെ യൂണിറ്റ് നമ്മൾ പലപ്പോഴും പറയുന്നത് 30 ഡിഗ്രി, 40 ഡിഗ്രി അല്ലെങ്കിൽ 75 ഡിഗ്രി ഈ രീതിയിലായിരിക്കും. ഈ രീതിയിലായിരിക്കും നമ്മൾ എന്ത് ചെയ്യുക, ആംഗിൾസിനെ പറയാം, ഡിഗ്രി മെഷർമെൻറ്റിലായിരിക്കും പറയാം. പക്ഷെ നമുക്കറിയാം നമ്മുടെ ഫിസിക്സിൻ്റെ കേസിൽ SI യൂണിറ്റ് എന്ന് പറയുന്നത് റേഡിയൻ ആണ്. ആംഗിളിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത് എന്താണ്? റേഡിയൻ എന്ന് പറയുന്നതാണ് നമ്മുടെ യൂണിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു കോൺസെപ്റ്റിലേക്ക് വരണമെങ്കിൽ, അതായത് ഡിഗ്രി മെഷർമെൻറ്റിൽ നമ്മൾ എന്തിലേക്ക് കൺവേർട്ട് ചെയ്യാൻ അറിഞ്ഞിരിക്കണം? റേഡിയൻ മെഷർമെൻറ്റിലേക്ക് കൺവേർട്ട് ചെയ്യാൻ അറിഞ്ഞിരിക്കണം. വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പം ഡിഗ്രി മെഷർമെൻറ്റും റേഡിയൻ മെഷർമെൻറ്റും തമ്മിലുള്ള ആ ഒരു റിലേഷൻ പറഞ്ഞിട്ട് നമുക്ക് ബാലൻസ് ടോപ്പിക്കിലേക്ക് പോകും. അപ്പോൾ നമ്മൾ നെക്സ്റ്റ് നോക്കുന്നതാണ് ആംഗിളിൻ്റെ മെഷർമെൻറ്റ്സ് ആണ്. നെക്സ്റ്റ് നോക്കുന്നത് ആംഗിളിൻ്റെ യൂണിറ്റുകളാണ്. നമ്മൾ പറഞ്ഞു ആംഗിളിൻ്റെ യൂണിറ്റ് സാധാരണഗതിയിൽ നമ്മൾ ഡിഗ്രിയിലാണ് പറയാറ്. നമ്മുടെ ഫിസിക്സിലേക്ക് വരുമ്പോൾ അത് എന്തിലേക്ക് കൺവേർട്ട് ചെയ്യണം? റേഡിയനിലേക്ക് കൺവേർട്ട് ചെയ്യണം. അപ്പോൾ നമുക്ക് നോക്കാം. നമ്മളൊരു സർക്കിൾ കൺസ്ട്രക്ട് ചെയ്യുന്നു കരുതുക. ഈ സർക്കിളിൻ്റെ റേഡിയസ് എന്ന് പറയുന്നത് എത്രയാണ്? 6 ആണെന്ന് കരുതും. അങ്ങനെയാണെങ്കിൽ ഈ സർക്കിൾ ഇതാ ഇവിടുന്ന് കറങ്ങി ഇവിടെ വരെ വരുന്നു എന്ന് കരുതുക. അപ്പോൾ നമുക്കറിയാം ഈ ആംഗിൾ എന്ന് പറയുന്നത് 360 ഡിഗ്രി ആണ്. ഈ ആംഗിൾ എന്ന് പറയുന്നത് എന്താണ്? 360 ഡിഗ്രി ആണ്. അപ്പോൾ ഇവിടെ നമുക്ക് അറിയാവുന്ന ഒരു ഇക്വേഷൻ ഉണ്ട്. ആംഗിൾ ഈസ് ഈക്വൽ ടു ആർക്ക് ലെങ്ത് ഡിവൈഡഡ് ബൈ റേഡിയസ്. ആംഗിൾ ഈസ് ഈക്വൽ ടു ആർക്ക് ലെങ്ത് ഡിവൈഡഡ് ബൈ റേഡിയസ്. ഈ കംപ്ലീറ്റ് കേസ് നമ്മൾ എടുക്കുകയാണെങ്കിൽ ആംഗിൾ ഈസ് ഈക്വൽ ടു ആർക്ക് ലെങ്ത് എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് ട്രാവൽ ചെയ്ത് തിരിച്ച് ഇവിടെ വരെ വരണം. ദാറ്റ് മീൻസ് ഇറ്റ് ഈസ് പെരിമീറ്റർ ആണ്. ദാറ്റ് ഈസ് നമുക്ക് 2πr എന്ന് കിട്ടും. ഡിവൈഡഡ് ബൈ റേഡിയസ് എന്ന് പറഞ്ഞാൽ 6 ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 2π റേഡിയൻ എന്ന് കിട്ടും. എന്ന് പറഞ്ഞാൽ നമ്മളെടുത്ത 360 ഡിഗ്രി എന്ന് പറയുന്ന ആംഗിൾ ആണ് നമുക്ക് ഇപ്പോൾ എത്രയാണെന്ന് കിട്ടിയിരിക്കുന്നത്? 2π റേഡിയൻ എന്ന് കിട്ടിയിരിക്കുന്നത്. ഈ ഒരു ഒറ്റ കോൺസെപ്റ്റ് മതി നമുക്ക് എന്തിലേക്ക് കൺവേർട്ട് ചെയ്യാൻ? ആംഗിളിനെ ഡിഗ്രിയിലേക്ക് ഡിഗ്രി മെഷർമെൻറ്റിനെ റേഡിയനിലേക്ക് കൺവേർട്ട് ചെയ്യാനായിട്ടും. അതായത് പഠിക്കേണ്ട പോയിന്റ് ഇതാണ്. 360 ഡിഗ്രി എന്ന് പറയുന്നതിന് ഈക്വൽ ആണ് 2π റേഡിയൻ എന്ന് പറയുന്നത്. 360 ഡിഗ്രിക്ക് ഈക്വൽ ആണ് 2π റേഡിയൻ. കുറച്ചുകൂടെ ഒന്ന് ഷോർട്ട് ആക്കി കഴിഞ്ഞാൽ നമുക്ക് പറയാം 180. 360യുടെ പകുതി 180 ആണ്. 180 ഡിഗ്രി എന്ന് പറയുന്നതിന് ഈക്വൽ ആണ് പൈ റേഡിയൻ എന്ന് പറയുന്നത്. ഇതാണ് ഇമ്പോർട്ടൻറ്റ് അല്ലേ. 180 ഡിഗ്രി ഈക്വൽ ആണ് പൈ റേഡിയൻ എന്ന് പറയുന്നത്. 180 ഡിഗ്രി എന്ന് പറയുന്നതിന് ഈക്വൽ ആണ് പൈ റേഡിയൻ. അങ്ങനെയാണെങ്കിൽ ഇവിടെ നമുക്ക് എഴുതാൻ പറ്റും 1 ഡിഗ്രിക്ക് ഈക്വൽ ആണ് പൈ ബൈ 180 റേഡിയൻ എന്ന് പറയുന്നത്. 1 ഡിഗ്രിക്ക് ഈക്വൽ ആണ് പൈ ബൈ 180 റേഡിയൻ എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ നമുക്ക് ഇക്വേഷൻ എഴുതാൻ പറ്റും. 1 ഡിഗ്രി എന്ന് പറഞ്ഞാൽ പൈ ബൈ 180 റേഡിയൻ. അങ്ങനെയാണെങ്കിൽ 5 ഡിഗ്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5 ഇൻറ്റു പൈ ബൈ 180 റേഡിയൻ. 6 ഡിഗ്രി എന്ന് പറഞ്ഞാൽ 6 ഇൻറ്റു പൈ ബൈ 180 റേഡിയൻ. 30 ഡിഗ്രി എന്ന് പറഞ്ഞാൽ 30 ഇൻറ്റു പൈ ബൈ 180 റേഡിയൻ. അങ്ങനെയാണെങ്കിൽ നമുക്ക് പറയാം റേഡിയൻ മെഷർമെൻറ്റ് എന്ന് പറയുന്നത് പൈ ബൈ 180 ഇൻറ്റു ഡിഗ്രി മെഷർമെൻ്റ് ആണ്. ഇതാണ് നമ്മുടെ ഇക്വേഷൻ അല്ലേ. റേഡിയൻ മെഷർമെൻ്റ് എന്ന് പറയുന്നത് പൈ ബൈ 180 ഇൻറ്റു ഡിഗ്രി മെഷർമെൻ്റ് ആണ്.
അഥവാ തിരിച്ച് നമുക്ക് വേണമെങ്കിൽ പറയാം, ഇന്ന് റേഡിയൻ തന്നിട്ട് ഡിഗ്രി കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ ഡിഗ്രി മെഷർമെൻറ്റ് ഈസ് ഈക്വൽ ടു 180 ഡിവൈഡഡ് ബൈ പൈ ഇൻറ്റു റേഡിയൻ മെഷർമെൻ്റ് ആണ്. ഓക്കെ, വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യം എന്താണ്, റേഡിയൻ മെഷർമെൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റേഡിയനിലാണ് നമുക്ക് ആൻസർ കിട്ടണമെങ്കിൽ പൈ ബൈ 180 ഇൻറ്റു എന്ത് ചെയ്യാം, ഡിഗ്രി ചെയ്യുക. നമുക്ക് ഡിഗ്രിയാണ് കണ്ടുപിടിക്കണമെങ്കിൽ 180 ഡിവൈഡഡ് ബൈ പൈ ഇൻറ്റു എന്ത് ചെയ്യുക, റേഡിയൻ ചെയ്യും. ഓക്കെ, ഫോർ എക്സാമ്പിൾ 30 ഡിഗ്രി എത്ര റേഡിയൻ ആണെന്ന് കണ്ടുപിടിക്കണം. വളരെ സിമ്പിൾ ആണ്. എന്താണ്, പൈ ഡിവൈഡഡ് ബൈ 180 ഇൻറ്റു ഡിഗ്രി മെഷർമെൻറ്റ്. ഡിഗ്രി എന്ന് പറഞ്ഞാൽ 30 ഡിഗ്രി ആണ്. 30 ദാറ്റ് ഇസ് ഈക്വൽ ടു കട്ട് ചെയ്ത് കഴിഞ്ഞാൽ എത്രയാണെന്ന് കിട്ടും, പൈ ബൈ 6 എന്ന് കിട്ടും. അല്ലെങ്കിൽ 90 ഡിഗ്രി എന്ന് പറയുമ്പോൾ പൈ ബൈ 180 ഇൻറ്റു 90 ദാറ്റ് ഇസ് ഈക്വൽ ടു പൈ ബൈ 2 റേഡിയൻ. അല്ലെങ്കിൽ 45 ഡിഗ്രി ചെയ്യാൻ പൈ ബൈ 180 ഇൻറ്റു 45 ദാറ്റ് ഇസ് ഈക്വൽ ടു പൈ ബൈ 4 റേഡിയൻ. വളരെ സിമ്പിളായിട്ട് കണ്ടുപിടിക്കാം. ഓർത്ത് വെച്ചിരിക്കുക, വെരി വെരി ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്. എന്താണ്, ഡിഗ്രിയെ റേഡിയൻ മെഷർമെൻറ്റിൽ കിട്ടാനായിട്ട് ഡിഗ്രിയെ റേഡിയൻ മെഷർമെൻറ്റിലേക്ക് കൺവേർട്ട് ചെയ്യാൻ റേഡിയൻ ഈസ് ഈക്വൽ ടു പൈ ബൈ 180 ഇൻറ്റു ഡിഗ്രി മെഷർമെൻറ്റ്. അല്ലെങ്കിൽ ഡിഗ്രി മെഷർമെൻറ്റ് കിട്ടാനാണ് റേഡിയനിൽ തന്നിരിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് തന്നിരിക്കുന്നത് പൈ ബൈ 6 എന്നാണ്. അതിനെ എന്തിലേക്ക് മാറ്റണം, ഡിഗ്രിയിലേക്ക് മാറ്റണം. അങ്ങനെയാണെങ്കിൽ 180 ഡിവൈഡഡ് ബൈ പൈ ഇൻറ്റു എന്ത് ചെയ്താൽ മതിയാവും, റേഡിയൻ ചെയ്താൽ മതിയായിരിക്കും. വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാവുന്ന കാര്യം. ഇതിനോടൊപ്പം തന്നെ കുറച്ച് ചെറിയ കാര്യങ്ങളൂടെ ഞാൻ ചേർത്ത് പറയുന്നു, കുറച്ച് കാര്യങ്ങളും കൂടെ. അതായത് ഡിഗ്രി മെഷർമെൻറ്റ് കൂടാതെ നമ്മൾ അഡീഷണൽ പഠിക്കുന്ന 2 കാര്യങ്ങളുണ്ട്. 1 ഡിഗ്രി എന്ന് പറയുന്നത് 60 മിനിറ്റിന് ഈക്വൽ ആണ്. 60 മിനിറ്റ്. ഓക്കെ, 60 മിനിറ്റ് ആണ്. 1 ഡിഗ്രി എന്ന് പറഞ്ഞാൽ എന്താണ്, 60 മിനിറ്റ് ആണ്. ഇനി നമുക്കറിയാം 1 ഡിഗ്രി എന്ന് പറയുന്നത് പൈ ബൈ 180 റേഡിയൻ ആണ്. പൈ ബൈ 180 റേഡിയൻ അഥവാ 1 ഡിഗ്രി എന്ന് പറയുന്നത് ഇത് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ 1.745 ഇൻറ്റു 10⁻², അതായത് പൈക്ക് എത്ര കൊടുത്തു കഴിഞ്ഞാൽ 3.14 കൊടുത്തു കഴിഞ്ഞാൽ 1.745 ഇൻറ്റു 10⁻² റേഡിയൻ എന്ന് കിട്ടും. വളരെ സിമ്പിൾ. 1 ഡിഗ്രി എന്ന് പറഞ്ഞാൽ എത്രയാണ്, 1.745 ഇൻറ്റു 10⁻² റേഡിയൻ ആണ്. ഇനി മറിച്ച് നിങ്ങൾക്ക് തരുന്നത് ഓക്കെ, അപ്പോൾ നമുക്ക് കൺവേർട്ട് ചെയ്യാം. 1 ഡിഗ്രിക്ക് വരെ എനിക്ക് എത്ര കൊടുക്കാം, 60 മിനിറ്റ് എന്ന് കൊടുക്കാം. 60 മിനിറ്റ് എന്ന് പറഞ്ഞാൽ 1.745 ഇൻറ്റു 10⁻² റേഡിയൻ ആണ്. അങ്ങനെയാണെങ്കിൽ 1 മിനിറ്റ് എന്ന് പറയുന്നത് എത്ര ആയിരിക്കും, 1.745 ഇൻറ്റു 10⁻² ഡിവൈഡഡ് ബൈ 60 റേഡിയൻ ആയിരിക്കും. ഇത് സോൾവ് ചെയ്താൽ കിട്ടുക 1 മിനിറ്റ് ഈസ് ഈക്വൽ ടു 2.91 ഇൻറ്റു 10⁻⁻4 റേഡിയൻ. അടുത്തത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്താണ്, 1 മിനിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2.91 ഇൻറ്റു 10⁻⁻4 റേഡിയൻ ആയിരിക്കും. ഇനി മിനിറ്റിനെ സെക്കൻഡിലേക്ക് മാറ്റാൻ കാരണം 1 മിനിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 60 സെക്കൻഡ് ആണ്. അങ്ങനെയാണെങ്കിൽ 60 സെക്കൻഡ് ആണ് നമുക്ക് എത്രയാണ് കിട്ടിയിരിക്കുന്നത്, 2.91 ഇൻറ്റു 10⁻⁻4 റേഡിയൻ എന്ന് കിട്ടിയിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ 1 സെക്കൻഡ് ഈസ് ഈക്വൽ ടു 2.91 ഇൻറ്റു 10⁻⁻4 ഡിവൈഡഡ് ബൈ 60 റേഡിയൻ ആണ്. സോൾവ് ചെയ്താൽ നമുക്ക് കിട്ടും 1 സെക്കൻഡ് ഈസ് ഈക്വൽ ടു 4.84 ഇൻറ്റു 10⁻⁻6 റേഡിയൻ. 1 സെക്കൻഡ് ഈസ് ഈക്വൽ ടു 4.84 ഇൻറ്റു 10⁻⁻6 റേഡിയൻ. വളരെ എളുപ്പം. 84 അല്ലെങ്കിൽ 85 എന്ന് എഴുതിയാലും മതി, കുഴപ്പമൊന്നുമില്ല. 84 എന്ന് പറഞ്ഞാൽ അങ്ങനെ പോകും. 85 ആക്കാം. 85. ഓക്കെ, അപ്പോൾ ഓർക്കേണ്ട കാര്യം 1 ഡിഗ്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1.745 ഇൻറ്റു 10⁻⁻² റേഡിയൻ. 1 മിനിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2.91 ഇൻറ്റു 10⁻⁻4 റേഡിയൻ. 1 സെക്കൻഡ് എന്ന് പറഞ്ഞാൽ 4.85 ഇൻറ്റു 10⁻⁻6 റേഡിയൻ. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു ക്വസ്റ്റ്യൻ ഇങ്ങനെയാണെന്ന് കരുതുക, കൺവേർട്ട് എന്താണ് 32 ഡിഗ്രി അല്ലെ പറയാം, കൺവേർട്ട് 30 ഡിഗ്രി 22 മിനിറ്റ് ഇൻറ്റു റേഡിയൻ എന്നാണ് ക്വസ്റ്റ്യൻ എന്ന് കരുതുക. അതായത് കൺവേർട്ട് 30 ഡിഗ്രി 28 മിനിറ്റ് ഇൻറ്റു റേഡിയൻ. കൺവേർട്ട് ചെയ്യാൻ എളുപ്പമാണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു, അതായത് 30 ഡിഗ്രി 28 മിനിറ്റ് ഈസ് ഈക്വൽ ടു, നമുക്ക് ഇതിനെ കംപ്ലീറ്റ് മിനിറ്റിലേക്ക് മാറ്റാം. അപ്പോൾ 30യെ മാറ്റാൻ 30 ഇൻറ്റു 60 പ്ലസ് എത്ര വരും, 28. ദാറ്റ് ഇസ് ഈക്വൽ ടു 100 പ്ലസ് 28 ദാറ്റ് ഇസ് ഈക്വൽ ടു 1828 മിനിറ്റ് എന്ന് കിട്ടും. ഇതിനെ ഇനി കൺവേർട്ട് ചെയ്യാൻ എന്ത് ചെയ്താൽ മതി, 1282 ഇൻറ്റു 1 മിനിറ്റ് എന്ന് പറഞ്ഞാൽ ഇത്രയല്ലേ, 1 മിനിറ്റ് എന്ന് പറഞ്ഞാൽ 2.91 ഇൻറ്റു 10⁻⁻4 ആണ്. അപ്പോൾ 1828 മിനിറ്റ് എന്ന് പറയുന്നത് 1828 ഇൻറ്റു 2.91 ഇൻറ്റു 10⁻⁻4 റേഡിയൻ ആണ്. ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ കിട്ടും. ഇതങ്ങനെ വലിയ രീതിയിൽ ആവശ്യം വരില്ല എങ്കിലും നമ്മൾ മെഷർമെൻറ്റ്, അതായത് ആംഗിളിൻ്റെ യൂണിറ്റുകൾ പറഞ്ഞതുകൊണ്ട് ഇത്രയും കാര്യങ്ങൾ പറഞ്ഞത് മാത്രം. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർക്കേണ്ട ഇക്വേഷൻ ഇതാണ്. റേഡിയൻ മെഷർമെൻറ്റ് കിട്ടാൻ എന്ത് ചെയ്യുക, പൈ ബൈ 180 ഇൻറ്റു ഡിഗ്രി മെഷർമെൻറ്റ്. വളരെ സിമ്പിളായിട്ട് പഠിക്കാവുന്ന കാര്യം. ട്രിഗണോമെട്രിയിൽ നമ്മൾ അടുത്തതായിട്ട് അറിഞ്ഞിരിക്കേണ്ട, അതായത് നമ്മുടെ ഫിസിക്സിലെ പ്രോബ്ലംസ് ചെയ്യാൻ അല്ലെങ്കിൽ ഫിസിക്സിൻ്റെ കാര്യങ്ങൾക്ക് വേണ്ട ബേസിക്
മാത്സിലെ ട്രിഗണോമെട്രിയിലെ അടുത്തൊരു പോർഷനാണ് എന്ത് ആംഗിളിൻ്റെ യൂണിറ്റ് കൺവേർഷൻ എന്ന് പറയുന്നത്. ഡിഗ്രി മെഷർമെൻറ്റിൽ തന്നിരുന്ന ലൈനെ റേഡിയനിലേക്ക് മാറ്റാൻ അറിഞ്ഞിരിക്കുക, റേഡിയൻ മെഷർമെൻറ്റിൽ തന്നിരുന്ന ലൈനെ എന്തിലേക്ക് മാറ്റാൻ പഠിച്ചിരിക്കുക, ഡിഗ്രിയിലേക്ക് മാറ്റാനായിട്ടും പഠിച്ചു വെച്ചിരിക്കുക. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് കുറച്ച് വാല്യൂസ് ആണ്, അതായത് ട്രിഗണോമെട്രി ഫംഗ്ഷൻസിൻ്റെ വാല്യൂസ്, അതായത് കുറച്ച് ആംഗിളുകളുടെ വാല്യൂസ് ആണ് നമ്മൾ നെക്സ്റ്റ് പഠിച്ചു വെച്ചിരിക്കുന്നത്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട കുറച്ച് വാല്യൂസ് ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 0 ഡിഗ്രി, 30 ഡിഗ്രി, 45 ഡിഗ്രി, 60 ഡിഗ്രി ആൻഡ് 90 ഡിഗ്രി, ഓർ 0 റേഡിയൻ, π/6 റേഡിയൻ, π/4 റേഡിയൻ, π/3 റേഡിയൻ ആൻഡ് π/2 റേഡിയൻ, ഇവയുടെ വാല്യൂസ് ആണ്. ഓക്കെ, ഫസ്റ്റ് നമുക്ക് സൈനിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. സൈൻ 0 എന്ന് പറയുന്നത് 0 ആണെന്നറിയാം. അങ്ങനെയാണെങ്കിൽ 30 എന്ന് പറയുന്നത് 1/2 ആണ്, 1/√2, √3/2. 90 എന്ന് പറയുന്നത് 1 ആണ്. ഓക്കെ, ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർത്ത് വെച്ചിരിക്കുക. എങ്ങനെ കൊടുത്താൽ മതി, 1/2, 1/√2, √3/2 ആൻഡ് 1. അടുത്തത് കോസിൻ്റെ കേസിലേക്ക് വരുമ്പോൾ നേരെ തിരിച്ചെഴുതുക അല്ലേ, അതായത് cos 0 എന്ന് പറയുന്നത് 1 ആണ്, അടുത്തതെന്ന് പറയുന്നത് √3/2 ആണ്, അടുത്തതെന്ന് പറയുന്നത് 1/√2 തന്നെ, അടുത്തതെന്ന് പറയുന്നത് 1/2, ദെൻ അടുത്തതെന്ന് പറയുന്നത് എത്രയാണ്, 0 ആണ്. ദെൻ ടാൻ തീറ്റ കണ്ടുപിടിക്കുക. ടാൻ തീറ്റ കണ്ടുപിടിക്കാൻ പാടൊന്നുമില്ല. എന്താണ് ടാൻ തീറ്റ കണ്ടുപിടിക്കാനായിട്ട് ഡിവൈഡ് ചെയ്താൽ മതി. സൈൻ ബൈ കോസ് ആണ്, 0/0 0 ആണ്. 1/2 ഡിവൈഡഡ് ബൈ √3/2 എന്ന് പറഞ്ഞാൽ 1/√3. 1/√2/1/√2 എന്ന് പറഞ്ഞാൽ 1 ആണ്. √3/2 ഡിവൈഡഡ് ബൈ 1/2 എന്ന് പറഞ്ഞാൽ √3 ആണ്. 1/0 എന്ന് പറയുന്നത് നോട്ട് ഡിഫൈൻഡ് ആണ്, നോട്ട് ഡിഫൈൻഡ്. ഓക്കെ, അപ്പോൾ സൈനിൻ്റെ ആയി, കോസിൻ്റെ ആയി, ടാനിൻ്റെ ആയി. ഓക്കെ ആണല്ലോ, സൈൻ കോസ് ടാൻ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കൊസീക്കിൻ്റെയും സീക്കിൻ്റെയും കോട്ടിൻ്റെയും കണ്ടുപിടിക്കണം. കൊസീക്കിൻ്റെയും സീക്കിൻ്റെയും കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യുക, റെസിപ്രോക്കൽ എടുക്കുക. 0യുടെ റെസിപ്രോക്കൽ എന്ന് പറഞ്ഞാൽ 1/0 ആണ്, നോട്ട് ഡിഫൈൻഡ് ആണ്. ഓക്കെ, കൊസീക് തീറ്റയുടെ എത്ര ആയിരിക്കും, അപ്പോൾ കൊസീക് 0 എന്ന് പറയുന്നത് നോട്ട് ഡിഫൈൻഡ്. 1/2ൻ്റെ റെസിപ്രോക്കൽ 2, 1/√2ൻ്റെ റെസിപ്രോക്കൽ √2, √3/2യുടെ റെസിപ്രോക്കൽ 2/√3, 1ൻ്റെ റെസിപ്രോക്കൽ എത്ര തന്നെ, 1 തന്നെ. ഓക്കെ ആണല്ലോ. നെക്സ്റ്റ് അടുത്തതിലേക്ക് വന്നു കഴിഞ്ഞാൽ സീക് തീറ്റ. സീക് തീറ്റ എന്ന് പറയുമ്പോഴത്തേന് 1ൻ്റെ റെസിപ്രോക്കൽ എന്ന് പറഞ്ഞാൽ എത്രയാണ്, 1/0 വരും അല്ലേ, 1/0. 1/0 എന്ന് പറഞ്ഞാൽ എത്രയാണ്, സോറി, 1ൻ്റെ റെസിപ്രോക്കൽ 1, 1ൻ്റെ റെസിപ്രോക്കൽ 1, √3/2ൻ്റെ റെസിപ്രോക്കൽ 2/√3, 1/√2ൻ്റെ റെസിപ്രോക്കൽ √2, 1/2ൻ്റെ റെസിപ്രോക്കൽ 2. ആൻഡ് നെക്സ്റ്റ് വൺ 0യുടെ റെസിപ്രോക്കൽ നോട്ട് ഡിഫൈൻഡ്. ഓക്കെ ആണല്ലോ, നോട്ട് ഡിഫൈൻഡ്. ഇതിനടുത്തത് കോട്ട് തീറ്റ. കോട്ട് തീറ്റ വരുമ്പോഴത്തേന് ടാൻ തീറ്റയുടെ റെസിപ്രോക്കൽ, 0യുടെ റെസിപ്രോക്കൽ വേണം. 0യുടെ റെസിപ്രോക്കൽ എന്ന് പറഞ്ഞാൽ എന്താണ്, നോട്ട് ഡിഫൈൻഡ് ആണ്. 1/√3യുടെ റെസിപ്രോക്കൽ √3 ആണ്. 1ൻ്റെ റെസിപ്രോക്കൽ 1 ആണ്, സോറി ഇത് √3 ആണേ. √3യുടെ റെസിപ്രോക്കൽ 1/√3 ആണ്, വീണ്ടും ഇവിടെ 0 വരും. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇതാണ് ട്രിഗണോമെട്രി വാല്യൂസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ വാല്യൂസ് കൃത്യമായിട്ട് എന്ത് ചെയ്യുക, പഠിച്ച് വെച്ചിരിക്കുക. എങ്ങനെയാണ്, സൈൻ 0, 1/2, 1/√2, √3/2 ആൻഡ് 1. നിങ്ങളുടേതായ മെത്തേഡിൽ കാണാൻ പഠിച്ചു വെച്ചോളുക എങ്ങനെയായാലും. അപ്പം ഞാൻ ഓർത്ത് വെച്ചിരിക്കുന്നത് 0യുടെയും 90യുടെയും വാല്യൂസ് എനിക്ക് ഓൾറെഡി അറിയാം. അപ്പോൾ ഇടയിലുള്ളത് മാത്രമേ ഞാൻ പഠിക്കും. 1/2, 1/√2, √3/2. തിരിച്ച് എഴുതി കഴിഞ്ഞാൽ 1/2, 1/√2, √3/2. ഇവിടെ 1/√3 ആദ്യം 1 കൊടുക്കുക, അടുത്തതിന് √3 എടുക്കുക. ആ റോട്ടിൽ പഠിച്ചു വെച്ചിരിക്കുകയാണ്. ദെൻ റെസിപ്രോക്കൽ എടുത്താൽ മതി. ആക്ച്വലി എത്ര എണ്ണം പഠിച്ചാൽ മതി, സൈൻ തീറ്റയും കോസ് തീറ്റയും ടാൻ തീറ്റയും പഠിച്ചാൽ മതി. അതിൻ്റെ റെസിപ്രോക്കൽ എടുക്കുമ്പോൾ നമുക്ക് ബാക്കിയുള്ള കൊസീക് തീറ്റ, സിക് തീറ്റ ആൻഡ് കോട്ട് തീറ്റ കിട്ടിക്കോളും. പക്ഷേ ഇമ്പോർട്ടൻ്റ് ആണ് ഈ വാല്യൂസ് അറിഞ്ഞിരുന്നേ പറ്റത്തുള്ളൂ. ഈ വാല്യൂസ് അറിയാമെങ്കിൽ നമുക്ക് പല ക്വസ്റ്റ്യൻസിൻ്റെയും ആൻസർ ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. അതുകൊണ്ട് ഈ ട്രിഗണോമെട്രി ഫംഗ്ഷൻസിൻ്റെ വാല്യൂസ് കൃത്യമായിട്ട് എന്ത് ചെയ്യുക, പഠിച്ച് വെച്ചിരിക്കുക. അങ്ങനെയാണ് നമ്മുടെ അടുത്ത പോർഷനിലേക്ക് പോകും. ഇനി നമ്മൾ പറയാൻ പോകുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. അതായത് കുറച്ച് ട്രിഗണോമെട്രി എക്സ്പാൻഷൻസ് ആണ് നമുക്ക് കൃത്യമായിട്ട് പഠിച്ചിരിക്കേണ്ട, അല്ലെങ്കിൽ ഉറപ്പായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് ട്രിഗണോമെട്രി എക്സ്പാൻഷൻസ്. ഓക്കെ, ഏറ്റവും ബേസിക് ആയിട്ടുള്ള 4 ട്രിഗണോമെട്രിക് എക്സ്പാൻഷൻസ് ആണ് നമ്മൾ എഴുതിയിരിക്കുന്നത്. ഏതൊക്കെയാണ്, ഒന്ന് സൈൻ A+B. സൈൻ A+B എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൈൻ A cos B പ്ലസ് കോസ് A സൈൻ B ആണ്. അതുപോലെ സൈൻ A-B, സൈൻ A cos B മൈനസ് കോസ് A സൈൻ B. അതുപോലെ സൈൻ കോസ് A+B, കോസ് A cos B മൈനസ് സൈൻ A സൈൻ B. ആൻഡ് കോസ് A-B എന്ന് പറഞ്ഞാൽ കോസ് A cos B പ്ലസ് സൈൻ A സൈൻ B. പഠിക്കാൻ എളുപ്പമാണ്. നോക്കുക, സൈനിൻ്റെ കേസ് ആണ് എങ്കിൽ ഓൾട്ടർനേറ്റീവ് ആയിട്ട് മാറ്റി എഴുതുക. സൈൻ A+B ആണെങ്കിൽ സൈൻ A ദെൻ കോസ് B, പ്ലസ് ആയതുകൊണ്ട് പ്ലസ് തന്നെ, ദെൻ സൈൻ A കോസ് B. ഓപ്പോസിറ്റ് മാറ്റി എഴുതുക. അതായത് സൈനും കോസും ഇന്റർചേഞ്ച് പരസ്പരം മിക്സ് ചെയ്ത് എഴുതുക. ഓക്കെ, സൈൻ A cos B പ്ലസ് കോസ് A സൈൻ B. ഇവിടെ മൈനസ് ആകുമ്പം ഇതേ ആൻസർ തന്നെ പ്ലസിന് പകരം എന്താകും, നെഗറ്റീവ് ആകും. എന്താണ്, സൈൻ A cos B മൈനസ് കോസ് A സൈൻ B. കോസിന്റെ കേസിലേക്ക് വരുമ്പോഴത്തേന് ഒരുമിച്ചാണ് എഴുതുന്നത്. അതായത് കോസ് ഒരുമിച്ചും സൈനുകൾ ഒരുമിച്ചും എഴുതണം. പക്ഷേ സൈൻ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും. ഇപ്പോൾ കോസ് A+B ജസ്റ്റ് അങ്ങ് ഓപ്പൺ ചെയ്യുക. കോസ് A cos B, ഓക്കെ, കോസ് A cos B
സൈൻ മാറ്റുക, പ്ലസ് മാറ്റി നെഗറ്റീവ് ആക്കുക, ദെൻ സൈൻ എ സൈൻ ബി. അടുത്തതിൻ്റെ കേസിൽ കോസ് എ കോസ് ബി പ്ലസ് സൈൻ എ സൈൻ ബി. വളരെ ഇമ്പോർട്ടൻ്റ്, അതായത് ഏറ്റവും ബേസിക് ആയിട്ടുള്ള 4 ഇക്വേഷൻസ് ആണ് നമ്മൾ എഴുതിയിരിക്കുന്നത്. പക്ഷേ ഈ 4 ഇക്വേഷൻസ് മാത്രം അറിഞ്ഞാൽ പോരാ, ഈ 4 ഇക്വേഷൻസിൽ നിന്ന് നമുക്ക് ഒരുപാട് മറ്റ് ട്രിഗണോമെട്രിക് എക്സ്പാൻഷൻസ് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ അത് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണെന്ന് അറിയേണ്ട കാര്യമില്ല, എങ്കിലും ഞാനത് കണ്ടുപിടിക്കുന്നതെന്ന് ഓടിച്ച് പറയാം. ജസ്റ്റ് ഒന്ന് അറിഞ്ഞു വെച്ചിരിക്കുക. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ഇക്വേഷൻസുകൾ മാത്രം, എല്ലാം ഞാൻ പറയുന്നില്ല, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്, നമുക്ക് ഒരുപാട് യൂസ് ചെയ്യേണ്ടി വരുന്ന കുറച്ച് ഇക്വേഷൻസ് മാത്രം. അത് ഇതിൽ നിന്ന് ഡെറൈവ് ചെയ്തെടുക്കാവുന്ന ഇക്വേഷൻസ് ആണ്. അത് എങ്ങനെയാണ് ഡെറൈവ് ചെയ്തെടുക്കുന്നതെന്ന് കൂടെ ഞാൻ പറയാം. പക്ഷേ നിങ്ങൾ ആ ഡെറിവേഷൻ അല്ലെങ്കിൽ എങ്ങനെ ഡെറൈവ് ചെയ്തെടുക്കുന്നുള്ള കാര്യം പഠിക്കേണ്ട, ഫൈനൽ ആൻസർ പഠിച്ചാൽ മതി. കാരണം എക്സാമിന് നമ്മൾ സാധനം ഡെറൈവ് ചെയ്തെടുത്തുകൊണ്ടിരിക്കുന്ന കാര്യം പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ല, വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്, സമയം നമുക്ക് കിട്ടത്തില്ല. ഓക്കെ, അപ്പോൾ ആ ഇക്വേഷൻസ് എന്ത് ചെയ്യുക, പഠിച്ചെടുക്കുക. അപ്പോൾ ഇത് ഓരോന്നും എങ്ങനെ ഡെറൈവ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. ഫസ്റ്റ് ഇക്വേഷൻ എന്ന് പറയുന്നത് സൈൻ 2a നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യണം. സൈൻ 2a. അപ്പോൾ ഈ സൈൻ 2a നമുക്ക് സൈൻ എ പ്ലസ് എ എന്ന് എഴുതാനായിട്ട് സാധിക്കും. സൈൻ 2a നമുക്ക് എങ്ങനെ എഴുതാം, സൈൻ എ പ്ലസ് എ എന്ന് എഴുതാം. അപ്പോൾ നമ്മുടെ ഒന്നാമത്തെ ഇക്വേഷൻ സൈൻ എ പ്ലസ് ബി വെച്ച് ഇതിനെ എക്സ്പാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ സൈൻ 2a ഇസ് ഈക്വൽ ടു, സൈൻ എ പ്ലസ് എ ആണ്, എക്സ്പാൻഡ് ചെയ്യാം, എന്താണ് സൈൻ എ കോസ് ബി ആണ്, ബിക്ക് പകരം എ തന്നെ. ഓക്കെ ആണല്ലോ. പ്ലസ് അടുത്ത് എന്ത് വരും, സൈൻ എ കോസ് എ തന്നെ വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു 2 സൈൻ എ കോസ് എ. വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ഇക്വേഷൻ. എന്താണ്, സൈൻ 2a ഇസ് ഈക്വൽ ടു 2 സൈൻ എ കോസ് എ. നിങ്ങൾ പഠിച്ചിരിക്കുന്നത് ഇങ്ങനെ ആയിരിക്കത്തില്ല, എന്താണ് സൈൻ 2 തീറ്റ ഇസ് ഈക്വൽ ടു 2 സൈൻ തീറ്റ കോസ് തീറ്റ. സൈൻ 2 തീറ്റ ഇസ് ഈക്വൽ ടു 2 സൈൻ തീറ്റ കോസ് തീറ്റ. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെയും പഠിക്കാം, സൈൻ തീറ്റ ഇസ് ഈക്വൽ, ഇവിടെ 2 തീറ്റ ആയിരുന്നു, അപ്പോൾ അതിൻ്റെ പകുതിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ ഞാനിവിടെ തീറ്റ എടുത്തു കഴിഞ്ഞാൽ എനിക്ക് അങ്ങനെ എഴുതാം 2 സൈൻ തീറ്റ ബൈ 2 കോസ് തീറ്റ ബൈ 2. ഈ 2 ഇക്വേഷൻസ് എന്ത് ചെയ്യുക, ഓർത്ത് വെച്ചിരിക്കുക. ഓക്കെ ആണല്ലോ. അപ്പോൾ യഥാർത്ഥത്തിൽ വന്നത് നമുക്ക് ഈ കോൺസെപ്റ്റ് വെച്ചിട്ട് ചെയ്യാവുന്ന കാര്യമാണ്. പക്ഷെ അങ്ങനെ പഠിച്ചു വെച്ചിരുന്നാൽ പോരാ, കാണാതെ തന്നെ പഠിച്ചു വെച്ചിരിക്കുക. എന്താണ്, സൈൻ 2 തീറ്റ ഇസ് ഈക്വൽ ടു 2 സൈൻ തീറ്റ കോസ് തീറ്റ. സൈൻ 2 തീറ്റ ഇസ് ഈക്വൽ ടു 2 സൈൻ തീറ്റ കോസ് തീറ്റ. അപ്പോൾ 4 ട്രിഗണോമെട്രിക് എക്സ്പാൻഷൻ്റെ കൂടെ നമ്മൾ അടുത്തായിട്ട് പഠിച്ചിട്ടുള്ള എക്സ്പാൻഷനാണ് ഇതെന്ന് പറയുന്നത്. ഇനി ഇതുപോലെ നമുക്ക് അടുത്ത കണ്ടുപിടിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് കോസ് 2a ആണ്. കോസ് 2a അഥവാ കോസ് 2 തീറ്റ. ഈ കോസ് 2 തീറ്റയുടെ കേസിലേക്ക് നമ്മൾ വരുമ്പോൾ നമുക്ക് ഒരുപാട് സിറ്റുവേഷൻസ്, അതായത് ഇവിടെ നമുക്ക് ഒറ്റ ഫോർമാറ്റേ കിട്ടിയുള്ളൂ. എന്താണ്, സൈൻ 2 തീറ്റ ഇസ് ഈക്വൽ ടു 2 സൈൻ തീറ്റ കോസ് തീറ്റ എന്ന് പറയുന്ന ഒരു സിംഗിൾ ഫോർമാറ്റിൽ നമ്മൾ പരിപാടി നിർത്തി. പക്ഷേ ഈ കോസ് 2a കേസ് നമ്മൾ എക്സ്പാൻഡ് ചെയ്ത് വരുന്ന സമയത്ത് നമുക്കൊരു 3-4 ഇക്വേഷൻസ് അവിടെ നിന്ന് ബൈഹാർട്ട് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ അത് എങ്ങനെയാണെന്ന് ജസ്റ്റ് ഒന്ന് ഞാൻ കാണിച്ചു തരാം. അതിനുശേഷം ഏതൊക്കെ ഇക്വേഷൻസ് ബൈഹാർട്ട് ചെയ്ത് വെക്കണമെന്ന് പറഞ്ഞുതരാം. ഇതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പല സിറ്റുവേഷൻസിൽ നമുക്ക് ചില ഇൻറ്റഗ്രേഷൻസും ഡിഫറൻസിയേഷനൊക്കെ ആവശ്യമായിട്ട് വരുന്ന സമയത്ത് അവിടെ എല്ലാം യൂസ് ചെയ്യാൻ പറ്റുന്ന ഇക്വേഷൻസ് ആണ് ഇതൊക്കെയെന്ന് പറയുന്നത്. നമ്മുടെ നീറ്റ് പോലുള്ള എക്സാമുകൾക്ക് മാത്രമല്ല, അല്ലെങ്കിൽ കീം ജെഇ പോലുള്ള എക്സാമുകൾക്ക് മാത്രമല്ല, അല്ലാതെ നമ്മൾ ഫിസിക്സ് പഠിക്കുമ്പോഴും നമുക്ക് ഈ കാര്യങ്ങളെല്ലാം ആവശ്യമായിട്ട് വരുന്നത് തന്നെയാണ്. അപ്പോൾ ഇതെല്ലാം ബൈഹാർട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ട്രിഗണോമെട്രി അറിയാതെ, ട്രിഗണോമെട്രി, ഡിഫറൻസിയേഷൻ, ഇൻറ്റഗ്രേഷൻ തുടങ്ങിയ മാത്സിലെ ബ്രാഞ്ചസ് അറിയാം, അല്ലെങ്കിൽ മാത്സിലെ പോർഷൻസ് അറിയാതെ ഒരു കാരണം വെച്ചാലും ഫിസിക്സ് നമുക്ക് പഠിച്ചു തീർക്കാനായിട്ട് പറ്റില്ല. അങ്ങനെയാണെങ്കിൽ നമ്മുടെ അടുത്ത കോൺസെപ്റ്റിലേക്ക് പോകാം. നമ്മൾ പഠിക്കാൻ പോകുന്നത് കോസ് 2a. ഞാൻ കോസ് 2aക്ക് പകരം എന്ത് എഴുതാൻ പോവാണ്, കോസ് 2 തീറ്റ എന്ന് എഴുതാൻ പോവാണ്. ഈ കോസ് 2 തീറ്റ നമുക്ക് എങ്ങനെ എഴുതാം, കോസ് തീറ്റ പ്ലസ് തീറ്റ എന്ന് എഴുതാം. കോസ് തീറ്റ പ്ലസ് തീറ്റ. നമുക്കറിയാം കോസ് എ പ്ലസ് ബി എന്ന് പറഞ്ഞാൽ എന്താണ്, കോസ് എ കോസ് ബി മൈനസ് സൈൻ എ സൈൻ ബി. അപ്പോൾ ഇവിടുത്തെ കോൺസെപ്റ്റ് എഴുതി കഴിഞ്ഞാൽ കോസ് തീറ്റ കോസ് തീറ്റ, അപ്പോൾ എന്ത് വരും, കോസ് സ്ക്വയർ തീറ്റ മൈനസ് എന്ത് വരും, സൈൻ സ്ക്വയർ തീറ്റ. വന്നെങ്ങനെയാണെന്ന് മനസ്സിലായി കാണുമായിരിക്കും, ഞാൻ എക്സ്പാൻഡ് ചെയ്യുന്നില്ല. കോസ് 2 തീറ്റ. അപ്പോൾ കോസ് 2 തീറ്റ ഈക്വൽ നമുക്ക് കിട്ടിയേക്കുന്ന ഇക്വേഷൻ എന്താണ്, കോസ് സ്ക്വയർ തീറ്റ മൈനസ് എന്താണ്, സൈൻ സ്ക്വയർ തീറ്റ. എങ്ങനെ വന്നത്, കോസ് തീറ്റ കോസ് തീറ്റ, അപ്പോൾ എന്താവും, കോസ് സ്ക്വയർ തീറ്റ ആയി, മൈനസ് സൈൻ തീറ്റ സൈൻ തീറ്റ സൈൻ സ്ക്വയർ തീറ്റ. കാരണം കോസ് എ പ്ലസ് ബി എന്ന് പറഞ്ഞാൽ കോസ് എ കോസ് ബി മൈനസ് സൈൻ എ സൈൻ ബി എന്നാണ്. ഓക്കെ, അപ്പോൾ കോസ് 2a വാല്യൂ കിട്ടി, അല്ലെങ്കിൽ കോസ് തീറ്റ എന്നുള്ള കോസ് 2 തീറ്റയുടെ വാല്യൂ കിട്ടി. ഇതാണ് നമ്മുടെ ഒന്നാമത്തെ ഇക്വേഷൻ. എന്താണ്, കോസ് 2 തീറ്റ ഇസ് ഈക്വൽ ടു കോസ് സ്ക്വയർ തീറ്റ മൈനസ് സൈൻ സ്ക്വയർ തീറ്റ. ഇനി നമ്മൾ ഇതിനകത്ത് ചെറിയ ചെറിയ മോഡിഫിക്കേഷൻസ് വരുത്താനായിട്ട് പോവാണ്. ചെറിയ മോഡിഫിക്കേഷൻസ്. കാരണം നമുക്ക് അറിയാവുന്ന കാര്യമാണ്, എന്താണ്, കോസ് സ്ക്വയർ തീറ്റ പ്ലസ് സൈൻ സ്ക്വയർ തീറ്റ എന്ന് പറഞ്ഞാൽ 1 ആണ്. ഇതിൽ നിന്ന് നമുക്ക് കോസ് സ്ക്വയർ തീറ്റ ഇസ് ഈക്വൽ ടു 1 മൈനസ് സൈൻ സ്ക്വയർ തീറ്റ എന്ന് കൊടുക്കാം. 1 മൈനസ് സൈൻ സ്ക്വയർ തീറ്റ. അങ്ങനെയാണെങ്കിൽ ഇതാ ഈ കോസ് സ്ക്വയർ തീറ്റയ്ക്ക് വരെ നമുക്ക് ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ ഈ ആൻസർ ഇങ്ങനെ ആവും, കോസ് 2 തീറ്റ ഇസ് ഈക്വൽ ടു കോസ് സ്ക്വയർ തീറ്റയ്ക്ക് വരം 1 മൈനസ് സൈൻ സ്ക്വയർ തീറ്റ മൈനസ് സൈൻ സ്ക്വയർ തീറ്റ. That is cos 2 theta is equal to 1 minus sin square theta എന്താവും, 2 sin square theta ആവും, 1 minus 2 sin square theta. നമ്മുടെ അടുത്ത ഇക്വേഷൻ പഠിച്ചു വെച്ചിരിക്കേണ്ട അടുത്ത ഇക്വേഷൻ എന്താണ്, cos 2 theta is equal to 1 minus 2 sin square theta. 1 minus 2 sin square
തീറ്റ. ഇതിനെ ഒന്നുകൂടെ ഞാൻ അറേഞ്ച് ചെയ്യുന്നു. എന്താണ് ഈ 2 സൈൻ സ്ക്വയർ തീറ്റ ഞാൻ ഇപ്പുറം കൊണ്ടുവരുന്നു, കോസ് 2 തീറ്റ ഞാൻ അപ്പുറം കൊണ്ടുപോകുന്നു. അപ്പോൾ എന്ത് വരും 2 സൈൻ സ്ക്വയർ തീറ്റ ഇസ് ഈക്വൽ ടു 1 മൈനസ് കോസ് 2 തീറ്റ ഓർ സൈൻ സ്ക്വയർ തീറ്റ ഇസ് ഈക്വൽ ടു 1 മൈനസ് കോസ് 2 തീറ്റ ഡിവൈഡഡ് ബൈ 2. നമുക്ക് പഠിക്കേണ്ട അടുത്ത ഇക്വേഷൻ എന്താണ്? സൈൻ സ്ക്വയർ തീറ്റ ഇസ് ഈക്വൽ ടു 1 മൈനസ് കോസ് 2 തീറ്റ ഡിവൈഡഡ് ബൈ 2. വെരി വെരി ഇമ്പോർട്ടൻറ്റ് ഇക്വേഷൻ ആണ്. ഇൻ്റഗ്രേഷൻ്റെ ഒക്കെ കേസ് വരുന്ന സമയത്ത് നമുക്ക് ഈ ഇക്വേഷൻ ഉപയോഗിക്കേണ്ടതായിട്ട് വരും. എന്താണ്? സൈൻ സ്ക്വയർ തീറ്റ ഇസ് ഈക്വൽ ടു 1 മൈനസ് കോസ് 2 തീറ്റ ഡിവൈഡഡ് ബൈ 2. ഇതിനെ വേണമെങ്കിൽ മറ്റൊരു ഫോർമാറ്റിലൂടെ എഴുതാം. എന്താണ്? സൈൻ സ്ക്വയർ, ഇവിടെ തീറ്റയും ഇവിടെ 2 തീറ്റയാണ്. അപ്പോൾ ഞാൻ ഇവിടെ തീറ്റ ആയെങ്കിൽ ഇവിടെ എന്താവും? അതിൻ്റെ പകുതി വരണം തീറ്റ ബൈ 2. അതായത് സൈൻ സ്ക്വയർ തീറ്റ ബൈ 2 ഇസ് ഈക്വൽ ടു 1 മൈനസ് കോസ് തീറ്റ ഡിവൈഡഡ് ബൈ 2. ഈ ഫോർമാറ്റിലും കൂടെ വേണമെങ്കിൽ ഓർത്ത് വെച്ചിരിക്കുക, കുഴപ്പമില്ല. അപ്പോൾ ഈ ഒരു ഇക്വേഷനിൽ തന്നെ ഇപ്പോൾ ഓൾറെഡി എത്ര ഇക്വേഷൻസ് പഠിച്ചു? 3 പഠിച്ചു. ഏതാണ്? കോസ് 2 തീറ്റ എന്ന് പറഞ്ഞാൽ കോസ് സ്ക്വയർ തീറ്റ മൈനസ് സൈൻ സ്ക്വയർ തീറ്റയാണ്. അതിൽ കോസ് സ്ക്വയർ തീറ്റയെ നമ്മൾ ചേഞ്ച് ചെയ്തെടുക്കുമ്പോൾ കോസ് 2 തീറ്റ ഇസ് ഈക്വൽ ടു 1 മൈനസ് 2 സൈൻ സ്ക്വയർ തീറ്റ എന്ന് കിട്ടും. അതിനൊന്നുകൂടെ അറേഞ്ച് ചെയ്യുമ്പോൾ സൈൻ സ്ക്വയർ തീറ്റ ഇസ് ഈക്വൽ ടു 1 മൈനസ് കോസ് തീറ്റ ബൈ 2 എന്ന് കിട്ടും. അതുപോലെ തന്നെ സൈൻ സ്ക്വയർ തീറ്റ ബൈ 2 എന്ന് പറഞ്ഞാൽ 1 മൈനസ് കോസ് തീറ്റ ബൈ 2 ആണ്. തീർന്നില്ല, ഇനിയും മാറ്റങ്ങളുണ്ട്. എന്താണ്? ഇതേ ഇക്വേഷൻ ഞാൻ വീണ്ടും എടുക്കുന്നു. എന്താണ് നമ്മുടെ ഇക്വേഷൻ? കോസ് 2 തീറ്റ ഇസ് ഈക്വൽ ടു കോസ് സ്ക്വയർ തീറ്റ മൈനസ് സൈൻ സ്ക്വയർ തീറ്റയാണ്. കോസ് 2 തീറ്റ എന്ന് പറഞ്ഞാൽ എന്താണ്? കോസ് സ്ക്വയർ തീറ്റ മൈനസ് സൈൻ സ്ക്വയർ തീറ്റ. ഇവിടെ ഞാൻ കണ്ടുപിടിച്ചത് കോസ് തീറ്റയുടെ വാല്യൂ ആണെങ്കിൽ ഞാനിവിടെ സൈൻ തീറ്റയുടെ വാല്യൂ കണ്ടുപിടിക്കാൻ പോകുന്നു. അതായത് സൈൻ സ്ക്വയർ തീറ്റ ഇസ് ഈക്വൽ ടു 1 മൈനസ് കോസ് സ്ക്വയർ തീറ്റ. എവിടെ നീട്ടി? ഈ ഇക്വേഷനിൽ നിന്ന് കിട്ടും. കാരണം എന്താ? കോസ് സ്ക്വയർ തീറ്റ പ്ലസ് സൈൻ സ്ക്വയർ തീറ്റ 1 ആണ്. അങ്ങനെയാണെങ്കിൽ സൈൻ സ്ക്വയർ തീറ്റ ഇസ് ഈക്വൽ ടു 1 മൈനസ് കോസ് സ്ക്വയർ തീറ്റ. സബ്സ്റ്റിറ്റ്യൂഷൻ നടത്തി കഴിഞ്ഞാൽ നമ്മുടെ ആൻസർ ഇങ്ങനെ വരും. കോസ് 2 തീറ്റ ഇസ് ഈക്വൽ ടു കോസ് സ്ക്വയർ തീറ്റ ഞാൻ അതുപോലെ എഴുതി, മൈനസ് ഓഫ് സൈൻ സ്ക്വയർ തീറ്റയ്ക്ക് പകരം 1 മൈനസ് കോസ് സ്ക്വയർ തീറ്റ. ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ കോസ് സ്ക്വയർ തീറ്റ മൈനസ് 1 പ്ലസ് കോസ് സ്ക്വയർ തീറ്റ. ദാറ്റ് ഈസ് ആൻസർ ഇങ്ങനെ കിട്ടും. കോസ് 2 തീറ്റ ഇസ് ഈക്വൽ ടു 2 കോസ് സ്ക്വയർ തീറ്റ മൈനസ് 1. കോസ് 2 തീറ്റ ഇസ് ഈക്വൽ ടു 2 കോസ് സ്ക്വയർ തീറ്റ മൈനസ് 1. നമ്മുടെ അടുത്ത ഇക്വേഷൻ എന്താണ്? കോസ് 2 തീറ്റ ഇസ് ഈക്വൽ ടു 2 കോസ് സ്ക്വയർ തീറ്റ മൈനസ് 1. വീണ്ടും ഇതിനെ ഒന്ന് അറേഞ്ച് ചെയ്തെടുക്കാം. നേരത്തെ പറഞ്ഞതുപോലെ എന്ത് ചെയ്യുന്നു? ഞാൻ 2 കോസ് സ്ക്വയർ തീറ്റ കണ്ടുപിടിക്കുകയാണ്. 1 ഇപ്പുറം കൊണ്ടുവരാം. അപ്പോൾ എന്ത് വരും? 2 കോസ് സ്ക്വയർ തീറ്റ ഇസ് ഈക്വൽ ടു 1 പ്ലസ് കോസ് 2 തീറ്റ. 1 പ്ലസ് കോസ് 2 തീറ്റ. അങ്ങനെയാണെങ്കിൽ കോസ് സ്ക്വയർ തീറ്റ ഇസ് ഈക്വൽ ടു 1 പ്ലസ് കോസ് 2 തീറ്റ ഡിവൈഡഡ് ബൈ 2. നമ്മുടെ അടുത്ത ഇക്വേഷൻ എന്താണ്? കോസ് സ്ക്വയർ തീറ്റ ഇസ് ഈക്വൽ ടു 1 പ്ലസ് കോസ് 2 തീറ്റ ഡിവൈഡഡ് ബൈ 2. അപ്പോൾ ആ ഒരൊറ്റ ഇക്വേഷനിൽ നിന്ന്, അതായത് കോസ് 2 തീറ്റ എന്ന് പറയുന്ന ആ ഒരു ഫോർമാറ്റിൽ നിന്ന് നമുക്കിപ്പോൾ എത്ര ഇക്വേഷൻസ് കിട്ടി? 1 2 3 4 5 ഇക്വേഷൻസ്. ഈ 5 ഇക്വേഷൻസും പല സിറ്റുവേഷൻസിലും വേണ്ടി വരുന്നതാണ്. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 ഇക്വേഷൻസ് ആണ് ഇതും. എന്താണ്? സൈൻ സ്ക്വയർ തീറ്റ ഇസ് ഈക്വൽ ടു 1 മൈനസ് കോസ് 2 തീറ്റ ഡിവൈഡഡ് ബൈ 2. അതുപോലെ കോസ് സ്ക്വയർ തീറ്റ ഇസ് ഈക്വൽ ടു 1 പ്ലസ് കോസ് 2 തീറ്റ ഡിവൈഡഡ് ബൈ 2 എന്ന് പറയുന്നതും ഈ 2 ഇക്വേഷൻസ് എന്ന് പറയുന്നത്. ഓക്കെ, സൈൻ സ്ക്വയർ തീറ്റ ഇസ് ഈക്വൽ ടു 1 മൈനസ് കോസ് 2 തീറ്റ ഡിവൈഡഡ് ബൈ 2. കോസ് സ്ക്വയർ തീറ്റ ഇസ് ഈക്വൽ ടു 1 പ്ലസ് കോസ് തീറ്റ ഡിവൈഡഡ് ബൈ 2. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ എന്ത് ചെയ്യുക? ഓർത്ത് വെച്ചിരിക്കുക. അപ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ഫംഗ്ഷൻസ് ആണ് നമ്മൾ പറഞ്ഞത്. വീണ്ടും നമ്മൾ നേരത്തെ പറഞ്ഞ സൈൻ എ പ്ലസ് ബി, സൈൻ എ മൈനസ് ബി, കോസ് എ പ്ലസ് ബി, കോസ് എ മൈനസ് ബി, ആ ബേസിക് ആയിട്ടുള്ള 4 ഇക്വേഷൻസ്. ആ 4 ഇക്വേഷൻസ് ഉപയോഗിച്ചുകൊണ്ട് വീണ്ടും നമുക്ക് ഇതുപോലെ എന്ത് ചെയ്യാൻ പറ്റും? ഒരുപാട് ട്രിഗണോമെട്രി ഫംഗ്ഷൻസ് ഡെറൈവ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. ഞാൻ അതിലേക്ക് പോകുന്നില്ല, ജസ്റ്റ് ആ ഇക്വേഷൻസ് ഒന്ന് ഓടിച്ച് പറഞ്ഞുതരാം. അത്ര ഇമ്പോർട്ടൻ്റ് ഉണ്ടെന്ന് ഞാൻ പറയുന്നില്ല, എന്നാൽ പോലും ഇതിൻ്റെ അത്ര ഇമ്പോർട്ടൻസ് ഇല്ല. ഇതെല്ലാം വളരെ ഇമ്പോർട്ടൻറ്റ് ഇക്വേഷൻസ് ആണ്. ബാക്കിയുള്ള ഇക്വേഷൻസ് ഞാൻ ജസ്റ്റ് ഒന്ന് എഴുതി കാണിക്കാം. ഇക്വേഷൻസ് പറ്റുമെങ്കിൽ ബൈ ഹാർട്ട് ചെയ്ത് വെച്ചിരിക്കുക. ഞാൻ ഉറപ്പ് തരുന്നില്ല അതൊന്നും എക്സാമിന് വരുമെന്ന്. കാരണം നീറ്റ് കഴിയുമ്പോഴുള്ള എക്സാമിന് വലിയ രീതിയിലൊന്നും അതിനകത്ത് ക്വസ്റ്റ്യൻ വരാനുള്ള സാധ്യത കുറവാണ്. അല്ലെങ്കിൽ ഹൈ ഡിഫിക്കൽട്ടി ക്വസ്റ്റ്യൻസിൻ്റെ കേസിൽ മാത്രമേ നമുക്ക് അത്രയും ഇക്വേഷൻസിൻ്റെ ആവശ്യം വേണ്ടി വരത്തുള്ളൂ. നോക്കി വെച്ചിരിക്കുക. എന്നാലും അപ്പോൾ ബാക്കിയുള്ള ഇക്വേഷൻസ് കൂടെ ഞാൻ ഓടിച്ചെന്ന് പറയാം. നെക്സ്റ്റ് ഒരു 2 ഇക്വേഷൻസ് കൂടെ ഞാൻ പറയുന്നു. ഒന്ന് സൈൻ 3x ഒന്ന് കോസ് 3x. നിങ്ങൾ തന്നെ ചെയ്ത് നോക്കിയുള്ള. അതായത് സൈൻ 3x കണ്ടുപിടിക്കാൻ ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ. സൈൻ 2x പ്ലസ് x ചെയ്യാം. ഇത് സോൾവ് ചെയ്തെടുക്കുക. അതായത് എക്ക് പകരം എത്ര കൊടുക്കുക? 2x കൊടുക്കുക, ബിക്ക് പകരം എത്ര കൊടുക്കുക? x കൊടുക്കുക. ദെൻ സൈൻ എ പ്ലസ് ബി വെച്ച് എക്സ്പാൻഡ് ചെയ്ത് വരുമ്പോൾ നമുക്ക് കിട്ടുന്ന ഇക്വേഷൻ ഇതായിരിക്കും. സൈൻ 3x ഇസ് ഈക്വൽ ടു 3 സൈൻ എക്സ് മൈനസ് 4 സൈൻ ക്യൂബ് എക്സ്. ഇതിൽ നിന്ന് നമുക്ക് സൈൻ ക്യൂബ് എക്സ് കണ്ടുപിടിക്കാം. സൈൻ ക്യൂബ് എക്സ് കണ്ടുപിടിക്കുമ്പോൾ ഇതാ ഇങ്ങനെ വരും. അതായത് ഇൻ്റഗ്രേഷനകത്ത്, അതായത് ഇൻ്റഗ്രൽ സൈൻ ക്യൂബ് എക്സ് എന്ന് പറയുന്ന ഒരു ഫോർമാറ്റിലേക്ക് വരുമ്പോൾ നമുക്ക് ഈ ഇക്വേഷൻ അവിടെ യൂസ് ചെയ്തിട്ട് കുറച്ചും കൂടെ എളുപ്പത്തിൽ എന്ത് ചെയ്യാൻ പറ്റും? സോൾവ് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, ദെൻ അതുപോലെ കോസ് 3x എന്ന് പറയുന്ന പ്രോപ്പർട്ടി, കോസ് 3x ഇസ് ഈക്വൽ ടു എന്താണ്? കോസ്
2x പ്ലസ് എക്സ് ആണ്, ഇത് എ, ഇതെന്താണ് ബി ആണ്. അപ്പോൾ കോസ് 2x പ്ലസ് എക്സ് ചെയ്തെന്ന് എ പ്ലസ് ബി എന്ന് പറഞ്ഞ കോസ് എ പ്ലസ് ബി എന്ന് പറഞ്ഞ ഫോർമാറ്റ് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ കോസ് 3x വാല്യൂ, അതായത് ഇതിൻ്റെ വാല്യൂ കിട്ടും. എന്താണ് 4 cos ക്യൂബ് എക്സ് മൈനസ് 3 cos x. ഇതിൽ നിന്ന് നമുക്ക് ഏത് ഇക്വേഷനിലേക്ക് വരാം? കോസ് ക്യൂബ് എക്സ് ഇസ് ഈക്വൽ ടു 3 cos x പ്ലസ് കോസ് 3x ഡിവൈഡ് ബൈ 4 എന്ന് പറയുന്ന ഇക്വേഷനിലേക്ക് വരാം. ഇത് ഡെറൈവ് ചെയ്തെടുക്കാവുന്നതാണ്. ഞാൻ പറഞ്ഞു ഭയങ്കരമായിട്ടുള്ള ക്വസ്റ്റ്യൻസ്, അതായത് ഒരുപാട് വലിയ ഡെറിവേഷൻസിനകത്താണ് നമുക്കിത് ആവശ്യം വരുന്നത്. നമ്മുടെ JEE കീം നീറ്റ് പോലുള്ള എക്സാംസിന് ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസിൻ്റെ എക്സ്പാൻഷൻ നമുക്ക് അങ്ങനെ ആവശ്യമായിട്ട് വരാറില്ല. അല്ലെങ്കിൽ ഹൈ ഡിഫിക്കൽറ്റി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കണം, അതിൽ സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഇങ്ങനെ ഒരു ഇക്വേഷൻസ് വേണ്ടി വരത്തുള്ളൂ. ഞാൻ എന്തായാലും ട്രിഗണോമെട്രിയുടെ ബേസിക്കുള്ള എല്ലാ കോൺസെപ്റ്റും പറയുന്നത് കൊണ്ട് ഇതും കൂടെ ഒന്ന് പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ ഇതും കൂടെ ഒന്ന് ഓർത്ത് വെച്ചിരിക്കാം. അപ്പോൾ ഇത്രയാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ട്രിഗണോമെട്രി എക്സ്പാൻഷൻസ് എന്ന് പറയുന്നത്. അതായത് നമ്മുടെ ഫിസിക്സ് പഠിക്കാൻ നമുക്ക് ഏറ്റവും അത്യാവശ്യം വരുന്നത്, അല്ലെങ്കിൽ നമ്മുടെ +1 +2 ഫിസിക്സ് പഠിക്കാൻ ഏറ്റവും അത്യാവശ്യമായിട്ട് വരുന്ന ഏറ്റവും ബേസിക് ആയിട്ടുള്ള ട്രിഗണോമെട്രിക് എക്സ്പാൻഷനുകളാണ് നമ്മളിപ്പോൾ പറഞ്ഞത്. ഇനി നെക്സ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്നതെന്ന് പറയുന്നത് കൺവേർഷനാണ്. അതായത് സൈൻ കോസായിട്ടും കോസ് സൈനായിട്ടും ഒക്കെ മാറുന്ന കൺവേർഷൻസ് ആണ്. നിങ്ങൾക്ക് അറിയാം, ഫസ്റ്റ് ക്വാഡ്രന്റ്, സെക്കൻഡ് ക്വാഡ്രന്റ്, തേർഡ് ക്വാഡ്രന്റ് എന്ന് പറയുന്നത് അറിയാവുന്ന കാര്യം തന്നെ. അറിയാത്തവരുണ്ടെങ്കിൽ ബാക്കി കാണുക, അറിയാവുന്നവരാണെങ്കിൽ സ്കിപ്പ് ചെയ്ത് വെക്കുക, കുഴപ്പമൊന്നുമില്ല. എന്തായാലും ആ ഒരു കോൺസെപ്റ്റൂടെ പറയാം. അതാണ് നെക്സ്റ്റ് നമ്മുടെ കോൺസെപ്റ്റ് എന്ന് പറയുന്നത്, അതായത് കൺവേർഷനാണ്. ഓക്കെ, നമ്മൾ പറഞ്ഞു നെക്സ്റ്റ് എന്ന് പറയുന്നത് കൺവേർഷനാണ്. അതായത് കൺവേർഷൻ നടക്കുന്നത് എങ്ങനെയാണെന്നാണ്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ നമുക്കൊരു ക്വസ്റ്റ്യൻ വരികയാണ്, സൈൻ 90 പ്ലസ് തീറ്റ, ഇതിൻ്റെ ആൻസർ എന്താണ്? അല്ലെങ്കിൽ സൈൻ 180 മൈനസ് തീറ്റ, ഇതിൻ്റെ ആൻസർ എന്താണ്? അല്ലെങ്കിൽ കോസ് 270 പ്ലസ് തീറ്റ, ഇതിൻ്റെ വാല്യൂ. അല്ലെങ്കിൽ കോസ് 360 മൈനസ് തീറ്റ, ഇതിൻ്റെ വാല്യൂ. അപ്പോൾ ഇങ്ങനെയുള്ള കൺവേർഷനുകൾ എങ്ങനെ ആയിരിക്കും എന്നാണ് നമ്മൾ നെക്സ്റ്റ് പറയാനായിട്ട് പോകുന്നത്. അപ്പോൾ ഈ കൺവേർഷൻ പറയുമ്പോൾ നമ്മൾ ആദ്യം അറിഞ്ഞിരിക്കേണ്ട കാര്യം, ഇത് ഓരോന്നും, അതായത് ഇതിൻ്റെ എല്ലാം സൈൻ, ആൻസർ കിട്ടുന്ന സൈൻ എന്ന് പറയുന്നത് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്ന് കണ്ടുപിടിക്കാനാണ്. നമുക്കറിയാം 4 ക്വാഡ്രന്റുകളാണുള്ളത്. ഇതെന്ന് പറയുന്നത് ഫസ്റ്റ് ക്വാഡ്രന്റ്, ഇതെന്ന് പറയുന്നത് സെക്കൻഡ് ക്വാഡ്രന്റ്, ഇതെന്ന് പറയുന്നത് തേർഡ് ക്വാഡ്രന്റ്, ആൻഡ് ദിസ് വൺ ഈസ് ഫോർത്ത് ക്വാഡ്രന്റ്. ഓക്കെ, അപ്പോൾ ഇത് 0 ആണ്, ഇത് 90, ഇത് 180, ആൻഡ് ദിസ് വൺ ഈസ് 270. വീണ്ടും എത്ര വരും? 360 വരും. വീണ്ടും 90 വെച്ച് ഇങ്ങനെ ഇൻക്രീസ് ആയി പോയിക്കൊണ്ടേയിരിക്കും. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ക്വാഡ്രന്റിലാണ് എന്നുണ്ടെങ്കിൽ എല്ലാം എന്തായിരിക്കും? പോസിറ്റീവ് ആയിരിക്കും. ഏത് ട്രിഗണോമെട്രി ഫംഗ്ഷൻ എടുത്താലും അത് പോസിറ്റീവ് ആയിരിക്കും. സെക്കൻഡ് ക്വാഡ്രന്റിൽ സൈനും അതിൻ്റെ റെസിപ്രോക്കലും പോസിറ്റീവ് ആയിരിക്കും. തേർഡ് ക്വാഡ്രന്റിൽ ടാനും അതിൻ്റെ റെസിപ്രോക്കലും പോസിറ്റീവ് ആയിരിക്കും. ലാസ്റ്റ് ക്വാഡ്രന്റിൽ കോസും അതിൻ്റെ റെസിപ്രോക്കലും പോസിറ്റീവ് ആയിരിക്കും. ഓക്കെ, ഓർത്ത് വെച്ചിരിക്കുക. ഫസ്റ്റ് ക്വാഡ്രന്റിൽ എല്ലാം പോസിറ്റീവ്, രണ്ടാമത്തേൽ സൈനും റെസിപ്രോക്കലും, മൂന്നാമത്തേൽ ടാനും റെസിപ്രോക്കലും, നാലാമത്തേൽ കോസും റെസിപ്രോക്കലും. ഇതെപ്പോഴും മനസ്സിൽ വെച്ചിരിക്കണം. ഓർക്കാൻ നിങ്ങൾ പല മെത്തേഡിൽ പഠിച്ചിട്ടുണ്ടായിരിക്കും. എന്താണ്? ആഡ് ഷുഗർ ടു, അല്ലെങ്കിൽ ഓൾ സ്റ്റുഡൻസ് ടേക്ക് കോഫി എന്ന് ഓർക്കുക. ഓൾ സ്റ്റുഡൻസ് ടേക്ക് കോഫി എന്ന് ഓർത്ത് വെച്ചിരിക്കുക. അല്ലെങ്കിൽ ആഡ് ഷുഗർ ഇൻ ടീ കപ്പ് എന്ന് ഓർത്ത് വെച്ചിരിക്കുക. ഏത് രീതി ഓർത്ത് വെച്ചിരുന്നാലും മതി. ഓക്കെ, ഫസ്റ്റ് ക്വാഡ്രന്റിൽ ഓൾ പോസിറ്റീവ്, സെക്കൻഡ് ക്വാഡ്രന്റിൽ സൈനും റെസിപ്രോക്കലും പോസിറ്റീവ്, തേർഡ് ക്വാഡ്രന്റിൽ ടാനും റെസിപ്രോക്കലും, ഫോർത്ത് ക്വാഡ്രന്റിൽ കോസും റെസിപ്രോക്കലും. ഇനി അടുത്തതായിട്ട് ഓർക്കേണ്ട കാര്യം എന്താ, ഇവിടെ നോക്കുക, ഇതിനെ നമ്മൾ പാരന്റ് ആംഗിൾ എന്ന് വേണമെങ്കിൽ നമുക്ക് വിളിക്കാം. പാരന്റ് ആംഗിൾ, അതായത് നമ്മൾ ഏത് പ്ലസ് എന്നാണ് എടുക്കുന്നത്, ഞാൻ വെറുതെ പറഞ്ഞതേ ഉള്ളൂ, പാരന്റ് ആംഗിൾ. ഓക്കെ, അപ്പോൾ ഈ പറയുന്ന പാരന്റ് ആംഗിൾ എന്ന് പറയുന്നത് 90യുടെ ഓഡ് മൾട്ടിപ്പിൾ ആണ് എങ്കിൽ, 90യുടെ ഓഡ് മൾട്ടിപ്പിൾ ആണെങ്കിൽ സൈനിൻ്റെ വാല്യൂ കോസ് ആയിട്ട് മാറും, കോസിൻ്റെ വാല്യൂ സൈൻ ആയിട്ട് മാറും, കോട്ടിൻ്റെ വാല്യൂ ടാൻ ആയിട്ട് മാറും, അതുപോലെ ടാനിൻ്റെ വാല്യൂ കോട്ടായിട്ട് മാറും. ഓർക്കേണ്ട അടുത്ത പോയിന്റ് എന്താണ്? 90യുടെ ഓഡ് മൾട്ടിപ്പിൾ ആണെങ്കിൽ, 90യുടെ ഓഡ് മൾട്ടിപ്പിൾ എന്ന് പറയുമ്പോൾ 90, 1 × 90. അടുത്തത് 3 × 90, 270. ഓക്കെ, അടുത്തത് നെക്സ്റ്റ് മൾട്ടിപ്പിളിലേക്ക്. അതായത് ഓഡ് മൾട്ടിപ്പിളുകളാണ് വരുന്നത് എങ്കിൽ എന്ന് വെച്ചാൽ ഇവിടെയും വരുന്നത് 90, 270, വീണ്ടും ഒരു 180 കൂട്ടി അടുത്തത് അങ്ങനെ പോകും. നമുക്ക് അങ്ങനെ വലിയ രീതിയിലേക്ക് വരത്തില്ല, ഏകദേശം ഈ ഒരു ഭാഗത്ത് നിലനിൽക്കും. ഓക്കെ, അപ്പോൾ 90, 270 ആ വാല്യൂസ് ആണെങ്കിൽ ഓഡ് മൾട്ടിപ്പിൾ ആണെങ്കിൽ സൈൻ എന്താവും? കോസ് ആവും, കോസ് സൈൻ ആവും, കോട്ട് ടാൻ ആവും, ടാൻ എന്താവും? കോട്ടാവും. ഇനി മറിച്ച് പാരന്റ് ആംഗിൾ എന്ന് പറയുന്നത് 90യുടെ ഈവൻ മൾട്ടിപ്പിൾ ആണ് എങ്കിൽ, ഈവൻ മൾട്ടിപ്പിൾ എന്ന് പറയുമ്പോഴത്തേന് ഏതൊക്കെ വരാം? 180, 360 തുടങ്ങിയ വാല്യൂസ് ആണ് വരുന്നതെന്നുണ്ടെങ്കിൽ ചേഞ്ച് ഇല്ല. സൈൻ എന്തായിട്ട് തന്നെ നിൽക്കും? സൈനായിട്ട് തന്നെ നിൽക്കും. കോസായിട്ട് നിൽക്കും. ടാനായിട്ട് നിൽക്കും. അതായത് സാധനങ്ങൾ ഞാൻ ബാക്കി എഴുതുന്നില്ല, ഓരോന്നും എന്തായിട്ട് നിൽക്കും? സെയിം ക്വാണ്ടിറ്റി ആയിട്ട് തന്നെ നിലനിൽക്കും. അപ്പോൾ ഓർത്ത് വെച്ചിരിക്കുക,
ഓഡ് മൾട്ടിപ്പിൾ ആണെന്നുണ്ടെങ്കിൽ കൺവേർഷൻ നടക്കും, ഈവൻ മൾട്ടിപ്പിൾ ആണെങ്കിൽ കൺവേർഷൻ നടക്കത്തില്ല. അപ്പോൾ നമുക്ക് വാല്യൂസ് നോക്കാം എങ്ങനെയാണ് ചെയ്യുന്നതെന്ന്. ഫസ്റ്റ് വൺ സൈൻ 90 പ്ലസ് തീറ്റ ആണ്. സൈൻ 90 പ്ലസ് തീറ്റ. സൈൻ 90 പ്ലസ് തീറ്റ എന്ന് പറയുമ്പോൾ പാരന്റ് ആംഗിൾ 90 ആണ്. 90 എന്ന് പറയുന്നത് ഓഡ് മൾട്ടിപ്പിൾ ആണ്. അപ്പോൾ സൈൻ എന്തായേ പറ്റൂ? കോസ് ആയേ പറ്റൂ. അപ്പോൾ ഇതിൻ്റെ ആൻസർ കോസ് തീറ്റ എന്ന് വരണം. ഇനി ഇത് ഏത് ക്വാഡ്രന്റിലാണെന്ന് നോക്കണം. ഏതാണ്? സൈൻ 90 പ്ലസ് തീറ്റ ആണ്. 90യേക്കാൾ കൂടുതലാണ്. 0 90 90യേക്കാൾ കൂടുതൽ എന്ന് പറയുമ്പോൾ ഈ ക്വാഡ്രന്റ് വരും. സെക്കൻഡ് ക്വാഡ്രന്റ് ആണ്. സെക്കൻഡ് ക്വാഡ്രന്റിൽ സൈൻ ആണ് പോസിറ്റീവ്. ഇവിടെ നമുക്ക് സൈൻ ആണ്. ഇതല്ല നോക്കേണ്ടത്, ഇതാണ് സൈൻ ആണ്. അപ്പോൾ അതെന്തായിരിക്കും? പ്ലസ് കോസ് തീറ്റ ആയിരിക്കും. അടുത്തത് സൈൻ 180 മൈനസ് തീറ്റ. 180 എന്ന് പറയുന്നത് ഈവൻ മൾട്ടിപ്പിൾ ആണ്. 90 × 2 ആണ് 180, അതായത് ഈവൻ മൾട്ടിപ്പിൾ ആണ്. ഈവൻ മൾട്ടിപ്പിൾ ആണെങ്കിൽ സൈൻ എന്തായിട്ട് നിൽക്കും? സൈൻ ആയിട്ട് നിൽക്കും. അപ്പോൾ ആൻസർ സൈൻ തീറ്റ തന്നെയാണ്. പിന്നീട് നോക്കേണ്ടത് അത് ഏത് ക്വാഡ്രന്റിലാണെന്നാണ്. 180 മൈനസ് തീറ്റ എന്ന് പറയുമ്പോൾ 180 എന്ന് പറയുമ്പോഴത്തേന് 0 90 180 ഇവിടെ എത്തും. 180 മൈനസ് തീറ്റ എന്ന് പറയുമ്പോൾ തിരിച്ച് എവിടെ വരും? സെക്കൻഡ് ക്വാഡ്രന്റിലേക്ക് വരും. സെക്കൻഡ് ക്വാഡ്രന്റിൽ പോസിറ്റീവ് ആയതുകൊണ്ട് ഇത് എന്ത് തന്നെ? പോസിറ്റീവ് തന്നെ. അടുത്തത് കോസിന്റെ കേസ്. കോസ് 270 പ്ലസ് തീറ്റ. 270 എന്ന് പറയുന്നത് ഏതാണ്? ഓഡ് മൾട്ടിപ്പിൾ ആണ്. ഓഡ് മൾട്ടിപ്പിൾ ആണെങ്കിൽ കോസ് എന്തായിട്ട് മാറും? സൈൻ തീറ്റ ആയിട്ട് മാറും. ഇനി അത് ഏത് ക്വാഡ്രന്റിലാണെന്ന് നോക്കാം. 0 90 180 270 ആണ്. 270 പ്ലസ് തീറ്റ എന്ന് പറയുമ്പോഴത്തേന് ഏത് ക്വാഡ്രന്റ് ആണ്? തേർഡ് ക്വാഡ്രന്റ് ആണ്. തേർഡ് ക്വാഡ്രന്റിലേക്ക് വരുമ്പോൾ അത് എന്ത് തന്നെയാണ്? പോസിറ്റീവ് തന്നെയാണ്. കാരണം കോസ് പോസിറ്റീവ് ആണ്. ദെർഫോർ പ്ലസ് സൈൻ തീറ്റ. അടുത്തത് കോസ് 360 മൈനസ് തീറ്റ. ഈവൻ മൾട്ടിപ്പിൾ ആണ്. ഈവൻ മൾട്ടിപ്പിൾ ആണെങ്കിൽ കോസ് തീറ്റ തന്നെ. സൈൻ നോക്കണം. 360 മൈനസ് തീറ്റ ആണ്. 0 90 180 270 360 മൈനസ് തീറ്റ എന്ന് പറയുമ്പോൾ ഇവിടെ വരും. തേർഡ് ക്വാഡ്രന്റ് ആണ്. തേർഡ് ക്വാഡ്രന്റിൽ കോസ് പോസിറ്റീവ് ആയതുകൊണ്ട് ഇത് എന്ത് തന്നെ? പോസിറ്റീവ് തന്നെ. അടുത്തൊരു ക്വസ്റ്റ്യൻ. കോസ് 270 മൈനസ് തീറ്റ. കോസ് 270 മൈനസ് തീറ്റ എന്തായിരിക്കും ആൻസർ? 270 ആണ്. 270 എന്ന് പറയുന്നത് ഓഡ് മൾട്ടിപ്പിൾ ആണ്. ഓഡ് മൾട്ടിപ്പിൾ ആണെന്നുണ്ടെങ്കിൽ കോസ് എന്തായിട്ട് മാറും? സൈൻ തീറ്റ ആയിട്ട് മാറും. ക്വാഡ്രന്റ് നോക്കണം. 0 90 180 270 മൈനസ് തീറ്റ ആണ്. തിരിച്ച് ഫസ്റ്റ് തേർഡ് ക്വാഡ്രന്റിലേക്ക് വരും. തേർഡ് ക്വാഡ്രന്റിൽ ടാൻ ആണ് പോസിറ്റീവ്. അതുകൊണ്ട് എന്തായിരിക്കും? നെഗറ്റീവ് വരും. കാരണം നമ്മുടെ ഫംഗ്ഷൻ ഏതാണ്? കോസ് ഫംഗ്ഷൻ ആണ്. ടാൻ ആയിരുന്നുവെങ്കിൽ എന്ത് തന്നെ? നെഗറ്റീവ് പോസിറ്റീവ് വന്നേനെ. അപ്പോൾ ഇതാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? കൺവേർഷൻ റൂൾ എഴുതുന്നത്. ഇതിപ്പോൾ പറഞ്ഞതുകൊണ്ടാണ് ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞത്. നിങ്ങൾ പെട്ടെന്ന് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വളരെ എളുപ്പത്തിൽ എന്ത് ചെയ്യാൻ പറ്റും? ഈ കൺവേർഷൻ പഠിക്കാനായിട്ട് പറ്റും. വളരെ സിമ്പിളായിട്ട് പഠിക്കാവുന്ന കാര്യം. ഓക്കെ, ഇത് എന്തിനാണ് പഠിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചില ആംഗിളുകൾ കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് ഈ കോൺസെപ്റ്റ് യൂസ് ചെയ്യാനായിട്ട് പറ്റും. ചില ആംഗിളുകളുടെ വാല്യൂ കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് ഈ കോൺസെപ്റ്റ് ഉപയോഗിക്കാം. അങ്ങനെയുള്ള 1-2 ക്വസ്റ്റ്യൻസ് ഞാനൊന്ന് ചെയ്ത് കാണിച്ചു തരാം. നമ്മൾ നേരത്തെ കുറച്ച് ട്രിഗണോമെട്രിക് വാല്യൂസ് പഠിച്ചിരുന്നു. അതായത് 30, അതുപോലെ 45 60 90 ഈ വാല്യൂസിൻ്റെയൊക്കെ അല്ലെങ്കിൽ ഈ ആംഗിളുകളുടെയൊക്കെ സൈൻ കോസ് ടാൻ കോസിക് സീക്കോട്ട് വാല്യൂസൊക്കെ നമ്മൾ എന്ത് ചെയ്തിരുന്നു? കണ്ടുപിടിക്കാനായിട്ട് പഠിച്ചിരുന്നു. പക്ഷേ നമ്മൾ ചിലപ്പോൾ പ്രോബ്ലംസ് ഒക്കെ ചെയ്തു വരുമ്പോൾ, അതായത് നമ്മുടെ ഫിസിക്സിനകത്ത് ഏതെങ്കിലും പ്രോബ്ലംസ് ചെയ്തു വരുമ്പോൾ നമുക്ക് ചിലപ്പോൾ കിട്ടുന്നത് സൈൻ 45 കണ്ടുപിടിക്കാനോ അല്ലെങ്കിൽ സൈൻ 30 കണ്ടുപിടിക്കാനോ ഒന്നും ആയിരിക്കില്ല. ചിലപ്പോൾ നമുക്കൊരു ക്വസ്റ്റ്യനിൽ സൈൻ 135 കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് വരും, അല്ലെങ്കിൽ കോസ് 135 കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് വരും, അല്ലെങ്കിൽ ടാൻ 135 കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് വരും. അപ്പോൾ ഈ ഒരു സിറ്റുവേഷനിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? കാൽക്കുലേറ്റർ യൂസ് ചെയ്യാനായിട്ട് പറ്റില്ല. കാരണം കാൽക്കുലേറ്റർ എക്സാം യൂസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ആ ഒരു സിറ്റുവേഷൻസിൽ നമുക്ക് ഈ പറഞ്ഞ കോൺസെപ്റ്റ് എന്ത് ചെയ്യാൻ പറ്റും? യൂസ് ചെയ്യാനായിട്ട് പറ്റും. അതായത് 135 എന്ന് പറയുന്നതിനെ 180, അതായത് നമ്മൾ പറയുന്ന 90, അതുപോലെ 180 270 360 ഇതിൻ്റെ ഏതിൻ്റെയെങ്കിലും ഒരു അടുത്ത ഫാക്ടറായിട്ട് എഴുതാൻ പറ്റുമെന്ന് നോക്കുക. ഇപ്പോൾ 135 നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ 180 മൈനസ് എത്രയാണ്? 45 ആണല്ലേ. 180 മൈനസ് 45 ആണ് 135 എന്ന് പറയുന്നത്. അല്ലെങ്കിൽ 90 പ്ലസ് 45 ആണെന്ന് പറയാം. 90 പ്ലസ് 45 രണ്ട് രീതിയിലും ചെയ്യാം അല്ലേ. ഒന്നുകിൽ 90 പ്ലസ് 45 ആയിട്ട് എഴുതാം, അല്ലെങ്കിൽ 180 മൈനസ് 45 ആയിട്ട് എഴുതാം. രണ്ട് രീതിയിൽ ഞാൻ ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് ആദ്യത്തെ ഓപ്ഷൻ എടുക്കാം, 90 പ്ലസ് 45. 90 പ്ലസ് 45 എന്ന് പറയുമ്പോൾ സൈൻ 35 എനിക്ക് എങ്ങനെ എഴുതാം? 135നെ സൈൻ 90 പ്ലസ് 45 എന്ത് ചെയ്യാൻ പറ്റും? മാർക്ക് ചെയ്യാനായിട്ട് സാധിക്കും. സൈൻ 90 പ്ലസ് 45. ഓക്കെ, which is equal to 90 ആണ്, ഓഡ് മൾട്ടിപ്പിൾ ആണ്, സൈൻ എന്താവും? കോസ് 45 ആയിട്ട് മാറും. ഓക്കെ ആണല്ലോ. ഇനി ഏത് ക്വാഡ്രന്റ് ആണ് നോക്കണം. 90 പ്ലസ് തീറ്റയാണ്, സെക്കൻഡ് ക്വാഡ്രന്റ് ആണ്. സെക്കൻഡ് ക്വാർട്ടറിൽ സൈൻ പോസിറ്റീവ് ആണ്. അപ്പോൾ +1 കോസ് 45 തന്നെ. പ്ലസ് കോസ് 45. കോസ് 45ൻ്റെ വാല്യൂ നമുക്കറിയാം എത്രയാണ്? 1/√2. ഇനി ഞാൻ എന്താ ഈ ഒരു മെത്തേഡ് വെച്ചുകൂടെ കാണിച്ചു തരാം. ഏതാണ്? 180 മൈനസ് 45 ഇവിടെ വെച്ചിട്ട് അതേ രീതിയിൽ ചെയ്യുകയാണെങ്കിൽ നമുക്ക് സൈൻ 135നെ എനിക്ക് സൈൻ 180 മൈനസ് 45 എന്ന് എഴുതാം. സൈൻ 80 എന്ന് പറയുന്നത് ഈവൻ മൾട്ടിപ്പിൾ ആണ്. സൈൻ എന്തായിട്ട് തന്നെ ആയിരിക്കും? സൈനായിട്ട് തന്നെ ആയിരിക്കും. സൈൻ 45 ആണ്. സൈൻ 135 എന്ന് പറയുമ്പോഴത്തേന് ഏത് ക്വാർട്ടറിൻ്റെ ഇരുന്ന് വെച്ച് കഴിഞ്ഞാൽ ഏത് ക്വാർട്ടറിലാണ് വരുന്നത്? 135 എന്ന് പറയുന്നത് സെക്കൻഡ് ക്വാർട്ടറിലാണ്. സെക്കൻഡ് ക്വാർട്ടറിൻ്റെ പോസിറ്റീവ് ആണ്. സൈൻ 45 എന്ന് പറഞ്ഞാൽ എത്ര തന്നെയാണ്? 1/√2 ആണ്. രണ്ടിൻ്റെയും ആൻസർ എനിക്ക് കിട്ടിയ എത്ര തന്നെയാണ്? 1/√2. അടുത്തത് കോസ് 135 ചെയ്യാം. കോസ് 135 ചെയ്യുമ്പോഴെന്ന് വരും
കോസ് ഇൻറ്റു 135 എനിക്ക് എങ്ങനെ എഴുതാം 90 പ്ലസ് 45 എന്ന് എഴുതാം. 90 പ്ലസ് 45 കോസ് എന്തായിട്ട് മാറും സൈൻ ആയിട്ട് മാറും. സൈൻ 45. ഓക്കെ, സൈൻ 45 ആകുമ്പോഴത്തേന് ഏത് ക്വാഡ്രൻ്റാണെന്ന് നോക്കണം അല്ലേ. സെക്കൻഡ് ക്വാഡ്രൻ്റാണ്. സെക്കൻഡ് ക്വാഡ്രൻ്റിൽ വരുമ്പോൾ കോസ് നെഗറ്റീവ് ആണ്, അപ്പോൾ മൈനസ് വരും. സൈൻ 45 എന്ന് പറയുമ്പോഴത്തേന് 1/√2 ആണ്. -1/√2 -1/√2. ഓക്കെ, രണ്ട് രീതിയിലും ചെയ്യാൻ പ്രശ്നമൊന്നുമില്ല. നമ്മളിത് ഇത് വെച്ച് ചെയ്താലും നമുക്ക് ഇതേ ആൻസർ തന്നെ ആയിട്ട് നോക്കാം എങ്ങനെയാണെന്ന്. എന്താണ് കോസ് 135 എനിക്ക് കോസ് 180 - 45 എന്ന് എഴുതാം. കോസ് 180 - 45 ചെയ്യുന്ന സമയത്ത് എത്ര കിട്ടും? കോസ് 180 ആണ്, ഈവൻ മൾട്ടിപ്പിൾ ആണ്. അപ്പോൾ കോസ് തന്നെ കോസ് 45 സെക്കൻഡ് ക്വാഡ്രൻ്റ് ആണ്. സെക്കൻഡ് ക്വാഡ്രൻ്റിലേക്ക് വരുമ്പോഴത്തേന് 180 - θ അല്ലേ. 180 - θ എന്ന് പറയുമ്പോൾ സെക്കൻഡ് ക്വാഡ്രൻ്റ്. സെക്കൻഡ് ക്വാഡ്രൻ്റിൽ വരുമ്പോഴത്തേന് കോസ് എന്താവും? നെഗറ്റീവ് ആവും. ദാറ്റ് ഈസ് -1/√2 എന്ന് ആൻസർ കിട്ടും. ഏത് വെച്ച് ചെയ്താലും മതി. ഇത് ഞാൻ ടാൻ ചെയ്യാൻ ഇനി പ്രശ്നമില്ല. നമുക്ക് നേരത്തെ പോലെ തന്നെ ചെയ്യാം. എന്താണ് സൈൻ ബൈ കോസ് ചെയ്താൽ മതി, അല്ലെങ്കിൽ ചെയ്തു നോക്കാം. എന്താണ് ടാൻ 90 പ്ലസ് 45 ദാറ്റ് ഈസ് ഈക്വൽ ടു എത്ര കിട്ടും? ടാൻ 45 എന്ന് കിട്ടും. മൈനസ് ആണ്. ടാൻ 45ൻ്റെ വാല്യൂ നമുക്കറിയാം എത്ര ആണ്? 1 ആണ്. ദെൻ ആൻസർ -1 എന്ന ആൻസർ കിട്ടും. ഡിവൈഡ് ചെയ്ത് നോക്കിയാലും മതി. 1/√2 ഡിവൈഡ് ബൈ -1/√2 ആൻസർ കിട്ടും -1 എന്ന് കിട്ടും. ഓക്കെ, വളരെ സിമ്പിളായിട്ട് ചെയ്യാവുന്ന ക്വസ്റ്റ്യൻ ആണ്. ദെൻ നമ്മുടെ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് 225 ആണ്. 225 എനിക്ക് എങ്ങനെ എഴുതാം? 180 പ്ലസ് 45 എന്ന് എഴുതാം. 180 പ്ലസ് 45 ദാറ്റ്സ് ഈക്വൽ ടു സൈൻ 180 പ്ലസ് 45 എന്ന് എഴുതാം. 180 എന്ന് പറയുന്നത് ഈവൻ മൾട്ടിപ്പിൾ ആണ്. അപ്പോൾ സൈനായിട്ട് നിന്നിരിക്കും. സൈൻ 45 ആണ്. ഏത് ക്വാഡ്രൻ്റ് ആണെന്ന് നോക്കണം. 225 ആണ്. ഒന്ന് ജസ്റ്റ് വരച്ചു നോക്കുക. 0, 90, 270 ആൻഡ് 270. സോറി 270 അല്ല, 180, 270 അല്ലേ. 180 പ്ലസ് θ ആണ്. ഈ ക്വാഡ്രൻ്റ് ആണ്. ദാറ്റ് മീൻസ് ഇത് തേർഡ് ക്വാഡ്രൻ്റ്. തേർഡ് ക്വാഡ്രൻ്റിൽ എന്താ പ്രത്യേകത? ഓൾ സ്റ്റുഡൻസ് ടേക്ക് ഓഫ്. ടാൻ ആണ് പോസിറ്റീവ്, അപ്പോൾ ഇത് നെഗറ്റീവ് ആണ്. -45 എന്ന് വരും. -1/√2. ഇതും അതുപോലെ ചെയ്യാം, ഇതും അതുപോലെ ചെയ്യാം. ഞാൻ വെറുതെ ക്വസ്റ്റ്യൻസ് ചെയ്തുകൊണ്ട് നിൽക്കുന്നില്ല, ചെയ്തു നോക്കുക. അതായത് കോസ് 225, ടാൻ 225, അതുപോലെ ഈ ഇത്രയും വാല്യൂസ് ഒന്ന് ചെയ്തു നോക്കുക, പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്നുണ്ടോ. ഓക്കെ, എളുപ്പത്തിൽ ചെയ്യാവുന്നതാണ്. കോസ് 225 എങ്ങനെ എഴുതാം? കോസ് 180 പ്ലസ് 45 എന്ന് എഴുതാം. ടാൻ 225 എങ്ങനെ എഴുതാം? ടാൻ 180 പ്ലസ് 45 എന്ന് എഴുതാം. അതുപോലെ സൈൻ 220 എങ്ങനെ എഴുതാം? സൈൻ 180 - 60 എന്ന് എഴുതാം. സൈൻ 180 - 60 അല്ലെങ്കിൽ 90 + 30 എന്ന് എഴുതാം. ഏത് രീതി ചെയ്താലും മതി. അല്ലെങ്കിൽ കോസ് 120 എങ്ങനെ എഴുതാം? നേരത്തെ പറഞ്ഞ പോലെ 180 - 60 എന്നോ അല്ലെങ്കിൽ 90 + 30 എന്ന് എഴുതാം. രണ്ട് രീതി ചെയ്താലും നമുക്ക് സെയിം ആൻസർ ആയിരിക്കും കിട്ടുക. ഫൈനൽ ആൻസറിൻ്റെ കാര്യമാണ് ഇവിടെ പറയുന്നത്. ഇവിടെ നിങ്ങൾ നോക്കുമ്പോഴത്തേന് ഇവിടെ നമുക്ക് കിട്ടിയത് കോസ് 45 എന്നും ഇവിടെ നമുക്ക് കിട്ടിയത് സൈൻ 35 എന്നുമാണ് ഒരേ കാര്യം ചെയ്ത സമയത്ത്. പക്ഷേ നമുക്ക് ആൻസർ ഫൈനൽ ആൻസറിലേക്ക് വരുമ്പോൾ എന്താവും? സെയിം ആവും. ഇവിടെ അതുപോലെ ചെറിയ വ്യത്യാസങ്ങളുണ്ടായിരിക്കും, പക്ഷേ ഫൈനൽ ആൻസറിലേക്ക് വരുമ്പോൾ എന്തായിട്ട് മാറും? സെയിം ആയിട്ട് മാറും. ഓക്കെ, അപ്പോൾ ആ ക്വസ്റ്റ്യൻസ് ഒന്ന് ചെയ്ത് നോക്കുക. ഇമ്പോർട്ടൻ്റ് ആണ്. പല പ്രോബ്ലംസ് ചെയ്യുമ്പോഴും നമുക്ക് ഈ ഇക്വേഷൻസ് അല്ലെങ്കിൽ ഈ ഒരു മെത്തേഡ് ആവശ്യമായിട്ട് വരും. ട്രിഗണോമെട്രിയിൽ നമ്മൾ ഏറ്റവും അവസാനമായിട്ട് നോക്കുന്ന കാര്യം എന്ന് പറയുന്നത് കുറച്ച് സ്പെഷ്യൽ ട്രയാങ്കിൾസ് ആണ്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഇതാണ്. അതായത് ബേസ് 1 ആണ്, ഹൈപ്പോട്യൂസ് 1 ആണ്, ബേസ് 1 ആണ്, ഓൾട്ടിറ്റ്യൂഡ് 1 ആണ്, ഹൈപ്പോട്യൂസ് എന്ന് പറയുന്നത് എത്രയാണ്? √2 ആണ്. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ആംഗിൾ എന്ന് പറയുന്നത് 90, 45 ആൻഡ് 45. ഇത് ഉപയോഗിക്കുന്ന ഉപയോഗം എന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് ഇവിടുന്ന് കണ്ടുപിടിക്കാൻ പറ്റും. സൈൻ 45 എന്ന് പറയുന്നത് സൈൻ 45 എന്ന് പറയുന്നത് ഇതാണ് ആംഗിൾ. ഏത് ആംഗിൾ എടുത്താലും മതി. ഇതാണ് 45. ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്യൂസ് ദാറ്റ് ഈസ് 1/√2. 1/√2. ഓക്കെ ആണല്ലോ. ഇനി കോസ് 45 എടുത്താലും നമുക്ക് എന്ത് തന്നെ കിട്ടും? സെയിം ആൻസർ തന്നെ കിട്ടും. ഇവിടുത്തെ കേസിലായിട്ടുണ്ട് കോസ് 45. ഇനി ടാൻ 45 എടുക്കാൻ പറഞ്ഞാൽ ടാൻ 45 ഈസ് ഈക്വൽ ടു എന്താണ്? 1/1 ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു എത്രയാണ്? 1. നമ്മൾ നേരത്തെ പഠിച്ചതാണ്. ഇനി ഇവിടുത്തെ കേസിലേക്ക് വരാം. രണ്ടാമത്തെ കേസ് എന്ന് പറയുന്നത് 1ഉം 2ഉം √3 ആണ്. ഇവിടെ നമുക്ക് സൈൻ 30 കാൽക്കുലേറ്റ് ചെയ്യാം. സൈൻ 30 എന്ന് പറഞ്ഞാൽ ഇതാണ് ഓപ്പോസിറ്റ് സൈഡ്. ഇത് ഓർത്ത് വെച്ചിരിക്കുക. 1ന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ആംഗിളാണ് 30, √3ക്ക് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ആംഗിളാണ് 60. എല്ലാ കേസിനകത്തും വലിയ സൈഡിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ആംഗിൾ ആയിരിക്കും വലുതെന്ന് പറയുന്നത്. ഇവിടെ √3 ആണോ 1 ആണോ വലുതെന്ന് ചോദിച്ചാൽ √3 ആണ് വലുത് അല്ലേ. അപ്പോൾ √3ക്ക് ഓപ്പോസിറ്റ് ഉള്ളതാണ് വലിയ ആംഗിൾ 60, 1ന് ഓപ്പോസിറ്റ് ഉള്ളതാണ് 30 എന്ന് പറയുന്നത്. അപ്പോൾ സൈൻ 30 എന്ന് പറയുന്നത് ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്യൂസ് ദാറ്റ് ഈസ് എത്രയാണ്? 1/2. ഇനി കോസ് 30 എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കോസ് 30 ഈസ് ഈക്വൽ ടു അഡ്ജസൻറ്റ് സൈഡ് ബൈ ഹൈപ്പോട്യൂസ്. അഡ്ജസൻറ്റ് സൈഡ് എന്ന് പറയുമ്പോൾ √3/2 ആണ്. ദെൻ ടാൻ 30 എന്ന് പറയുമ്പോൾ 1/√3. നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്, നമ്മൾ പെട്ടെന്ന് എഴുതിയെന്ന് മാത്രം. ഇനി തിരിച്ച് 60യുടെ കണ്ടുപിടിക്കാം. സൈൻ 60 എന്ന് പറയുന്നത് എന്താണ്? സൈൻ 60 ഈസ് ഈക്വൽ ടു √3 ഡിവൈഡ് ബൈ 2 ആണ് സൈൻ 60 അല്ലേ. കോസ് 30 സൈൻ 60 ഈക്വൽ ആയിരിക്കും. ഇനി കോസ് 60 കണ്ടുപിടിക്കുന്നു കരുതുക. കോസ് 60 എന്ന് പറയുമ്പോൾ എന്താണ്? അഡ്ജസൻറ്റ് സൈഡ് ബൈ ഹൈപ്പോട്യൂസ്. അഡ്ജസൻറ്റ് സൈഡ് 1 ആണ്, ഹൈപ്പോട്യൂസ് 1/2 ആണ്. അപ്പോൾ എത്ര വരും? കോസ് 60.
tan 60 അത് കണക്ക് എന്ത് തന്നെ ആയിരിക്കും സെയിം തന്നെ ആയിരിക്കും. tan 60 എന്ന് പറയുന്നത് 1/√3 ആണ് അല്ലേ, സോറി 1/√3 അല്ല, tan 60 എന്ന് പറയുമ്പോൾ √3 വരും. tan 60 is equal to √3, അതായത് ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസ്റ്റ് സൈഡ്. ഓപ്പോസിറ്റ് √3 ആണ്, അഡ്ജസ്റ്റ് സൈഡ് എത്ര ആണ് 1 ആണ്. ഈ വാല്യൂസ് പെട്ടെന്ന് ഓർക്കാം. ഇത് രണ്ടും നമ്മൾ ഓൾറെഡി പഠിച്ച വാല്യൂസ് ആണ്, അതുകൊണ്ട് അതിന് വലിയ ഇമ്പോർട്ടൻസ് കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല, കാരണം നമ്മൾ ആ വാല്യൂസ് പഠിച്ചതാണ്. ഒരു പ്രത്യേകമായിട്ട് പഠിച്ചു വെച്ചിരിക്കേണ്ട 2 വാല്യൂസ് ആണ് തന്നിരിക്കുന്നത്. 3, 4, 5 എന്ന് പറയുന്ന ഒരു റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ, അതായത് ബേസ് 4 ആയിട്ട് എടുത്തു, ഹൈപ്പോട്ടന്യൂസ് എത്ര ആയിട്ട് എടുത്തു 5, ആൾട്ടിറ്റ്യൂഡ് എന്ന് പറയുന്നത് 3 ആണ്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ചെറിയ ആംഗിൾ 3 ആണ്, 3ക്ക് ഓപ്പോസിറ്റ് ആയിട്ടുള്ളത് 37, 4ന് ഓപ്പോസിറ്റ് ആയിട്ടുള്ളത് 53. ഈ ആംഗിൾ ഓർത്ത് വെച്ചിരിക്കുക, 37ഉം 53ഉം. ഇതിൻ്റെ യൂസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇവിടുന്ന് sin 37 കണ്ടുപിടിക്കാം. sin 37 ഈസ് ഈക്വൽ ടു ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് 3/5. അതുപോലെ cos 37 എന്ന് പറയുമ്പോഴത്തേന് 4/5, tan 37 എന്ന് പറയുമ്പോഴത്തേന് 3/4. അതുപോലെ 53 കണ്ടുപിടിക്കാം. എങ്ങനെയാണ്? sin 53 4/5, അതുപോലെ cos 53 3/5, അതുപോലെ tan 53 4/3. ഇത്രയും കാര്യങ്ങൾ വളരെ എളുപ്പത്തിൽ എന്ത് ചെയ്യാൻ പറ്റും? കണ്ടുപിടിക്കാനായിട്ട് പറ്റും. ഓക്കെ, അതായത് ചില സിറ്റുവേഷൻസിൽ നമുക്കിപ്പോൾ ഇങ്ങനെ കിട്ടും, sin θ is equal to 3/5 എന്ന് ആൻസർ വന്നിരിക്കും. തീറ്റ കണ്ടുപിടിക്കണം. അപ്പോഴേ നമുക്ക് എഴുതാം തീറ്റ എന്ന് പറയുന്നത് എത്ര ആണ്? 37 ആണ് എന്ന് എഴുതാനായിട്ട് പറ്റും. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു കോൺസെപ്റ്റ് ഓർത്ത് വെച്ചിരിക്കാൻ പറഞ്ഞിരിക്കുന്നത്. ഇതുമായിട്ട് റിലേറ്റ് ചെയ്തിരുന്ന പ്രോബ്ലംസ് മിക്കവാറും ഒക്കെ ചോദിക്കാറുണ്ട്. അടുത്തത് ഈ കേസിലേക്ക് വരാം. 5, 12, 13 ഇതേ രീതിയിൽ എഴുതി കഴിഞ്ഞാൽ sin 22.6 എന്ന് പറയുമ്പോൾ 5/13. അതുപോലെ cos 22.6 12/13. അതുപോലെ tan 22.6 5/12. ഓക്കെ ആണല്ലോ. അടുത്തത് sin 67.4 ഓപ്പോസിറ്റ് 12 ആണ്, 12/13. അതുപോലെ cos 67.4 എന്ന് പറയുമ്പോഴത്തേന് 5/13. ആൻഡ് tan 67.4 എന്ന് പറയുമ്പോഴത്തേന് 12/5. അപ്പോൾ ഇത്രയും വാല്യൂസ് കൂടെ എന്ത് ചെയ്യുക? ഒന്ന് ഓർത്ത് വെച്ചിരിക്കുക. വാല്യൂസ് ഓർക്കേണ്ട, എന്ത് ഓർത്ത് വെച്ചിരുന്നാൽ മതി? ട്രയാങ്കിൾസിൻ്റെ കേസ് ഓർത്ത് വെച്ചിരുന്നാൽ മതി. ട്രയാങ്കിൾസ് ഓർത്താൽ തന്നെ പരിപാടി സെറ്റ് ആവും. ഓക്കെ, അപ്പോൾ ഇതാണ് ട്രിഗണോമെട്രിയുമായി ബന്ധപ്പെട്ട് വരുന്ന ഏറ്റവും ബേസിക് ആയിട്ടുള്ള കോൺസെപ്റ്റുകളെന്ന് പറയുന്നത്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ട്രിഗണോമെട്രിയുമായി റിലേറ്റ് ചെയ്തിരുന്ന കാര്യങ്ങളാണ് പറഞ്ഞത്. എല്ലാ കാര്യങ്ങളും പറഞ്ഞു എന്നല്ല ഞാൻ പറയുന്നത്. നമ്മുടെ ഫിസിക്സിന് ആവശ്യമായിട്ടുള്ള അത്യാവശ്യം വേണ്ടുന്ന, അല്ലെങ്കിൽ നമ്മുടെ എക്സാമുകൾക്ക് ക്രാക്ക് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള അത്യാവശ്യം വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? പറഞ്ഞിട്ടുണ്ട്. ട്രിഗണോമെട്രിയുമായി റിലേറ്റ് ചെയ്ത് വരുന്ന കാര്യങ്ങൾ. പിന്നെ നമുക്ക് ഇതുപോലെ ഡിഫറൻസിയേഷൻ ഉണ്ട്, ഇൻ്റഗ്രേഷൻ ഉണ്ട്, അതുപോലെ കുറച്ച് പ്രത്യേകിച്ചുള്ള കുറച്ച് ഇക്വേഷൻസ് ഉണ്ട്. ആ കാര്യങ്ങളൊക്കെ നമ്മൾ അടുത്ത 2 വീഡിയോ ക്ലാസ്സിൽ, 1-2 വീഡിയോ ക്ലാസ്സുകളായിട്ട്, പറ്റുമെങ്കിൽ ഒരു വീഡിയോ എടുത്തിരിക്കാം, ഇല്ലെങ്കിൽ 2 വീഡിയോസ് ആയിട്ട് നമ്മൾ കംപ്ലീറ്റ് ചെയ്യാം. അപ്പോൾ ട്രിഗണോമെട്രിയുമായി ബന്ധപ്പെട്ട് പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു, ഉപകാരപ്പെട്ട് കാണുമെന്നും വിശ്വസിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും എന്ത് ചെയ്യുക? വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക. ഒപ്പം നിങ്ങളുടെ അഭിപ്രായം ഉറപ്പായിട്ടും കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ സജഷൻസ് ഉറപ്പായിട്ടും കമൻറ്റ് ചെയ്യുക. കമൻറ്റ് നോക്കിയിട്ട് വേണം നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാനായിട്ട്. അപ്പോൾ ഉറപ്പായിട്ടും നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ കമൻറ്റുകളായിട്ട് കൊടുക്കുക. അപ്പോൾ അതിനോടൊപ്പം തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ട് ഈ വീഡിയോ ഷെയർ ചെയ്യാനും മറക്കണ്ട. അടുത്ത ദിവസം നമ്മൾ ഇതിൻ്റെ ബാലൻസ് മാത്രമല്ല, ഇതിനോടൊപ്പം തന്നെ നമ്മുടെ അടുത്ത ചാപ്റ്റർ ആയിട്ടുള്ള മോഷൻ ഇൻ എ പ്ലെയിൻ്റെ വീഡിയോ നമ്മൾ അടുത്ത ദിവസം അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഒരു 4-5 ദിവസത്തെ ഡിലേ വന്നിട്ടുണ്ട്. ഇനി ആ ഡിലേ ഉണ്ടാവത്തില്ല. നമുക്ക് മാക്സിമം പെട്ടെന്ന് വീഡിയോസ് അപ്ലോഡ് ചെയ്യാനായിട്ട് നോക്കാം. അപ്പോൾ എന്തായാലും വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട. ഒപ്പം നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ട് ഷെയർ ചെയ്യാനും, അതിനേക്കാൾ ഉപരി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത് വരുന്ന ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്ത് വെച്ചിരിക്കുക. അപ്പോൾ എന്തായാലും ബാലൻസ് പോസ്റ്റുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ.